തിരുവനന്തപുരത്താണ് കേരളത്തിന് തലസ്ഥാന നഗരിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ SFI പിന്തുടർന്ന് പ്രകോപനം മർദ്ദനം. അടികൊണ്ട പോലീസുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പ്, അടികൊടുത്ത SFIക്കാർക്കെതിരെ കേസെടുത്ത് തന്നെ വൈകിയെടുത്തതാകട്ടെ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ. ഈ പോലീസുകാരൻ മിഥുൻ റോയി പുതുവത്സരാഘോഷത്തിനിടെ SFI പ്രവർത്തകരെ മർദ്ദിച്ചതിന് പ്രതികാരം തീർത്താണ് SFIയുടെ ആൾക്കൂട്ട മർദ്ദനം. പോലീസ് അതിക്രമങ്ങളുടെ വാർത്ത ഒന്നല്ല, പെരുമഴ പോലെ നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. അതുകൊണ്ടത് പുതുമയല്ല. അടിച്ച പോലീസുകാരനെതിരെ പരാതി കൊടുത്തിട്ടും കാര്യമില്ലെന്ന തിരിച്ചറിവിൽ ആ പോലീസുകാരനെ അടിച്ചൊതുക്കി നീതി തേടി SFI എന്നാണെങ്കിൽ അവർ പ്രഖ്യാപിക്കുന്നത് നേരത്തെ പ്രതിപക്ഷം പറഞ്ഞത് തന്നെയാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അതിന് നേതൃത്വം നൽകുന്നയാൾ പരാജയമാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ജിൻഡോ ജോൺ, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ ശ്രീകുമാർ കെ, കിളികൊല്ലൂരിൽ പോലീസ് മർദ്ദത്തിനെതിരെ ശ്രീ വിഘ്നേഷ് എന്നിവർ കൂടി ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ഈ ചർച്ചയിൽ CPM ഓ SFI ആളെ തരുന്നില്ല. CPM ആളെ തരുമെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് ഈ ചർച്ചയിൽ അതിഥികളെ വിടുന്നില്ല. SFIയുടെ ഒരു ആരെങ്കിലും നോക്കിയത്, പക്ഷേ അവരും ഇരിക്കാൻ തയ്യാറല്ല. എന്തു പറയും എന്ന് കരുതിയാവണം. ശ്രീ CR നീലകണ്ഠൻ, ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ആൾക്കൂട്ട മർദ്ദനത്തെ, ഇവിടെ പോലീസ് മർദ്ദനത്തിൻ്റെയും ക്രൂരമായ പാവങ്ങൾക്കെതിരെയുള്ള അതിക്രമത്തിൻ്റെയും ഒന്നല്ല, പരമ്പര പോലെ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ഈ പോലീസുകാരനെ SFI പ്രവർത്തകർ മർദ്ദിച്ചതിൽ CPMന്റെ ഇടത് സൈബർ ഹാൻഡിലുകളൊക്കെ ആ SFI പ്രവർത്തകർക്ക് വലിയ അഭിവാദ്യം അർപ്പിക്കലും വലിയ മാസ് ഡയലോഗ് ഇട്ട് റീലിറക്കലും ഒക്കെയാണ്. ഈ പോലീസിനെതിരെയുള്ള ഒരു രോഷം അത് SFI ആവട്ടെ, KSU ആവട്ടെ, DYFI ആവട്ടെ, യൂത്ത് കോൺഗ്രസ് ആവട്ടെ, രാഷ്ട്രീയ ഭേദമന്യേ ഉണ്ടോ? അതാണോ ആ അഭിവാദ്യം അർപ്പിക്കലിൽ സംഭവിക്കുന്നത്? ഈ വിഷയത്തെ താങ്കൾ കാണുന്നത് എങ്ങനെയാണ് CR? ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ പിണറായി 3-0 ലോഡിംഗ് എന്നൊക്കെയാണല്ലോ പറയണേ. ഈ ഗവൺമെൻറ്റിനെ വിലയിരുത്തുമ്പോൾ ഏറ്റവും ദയനീയമായി പരാജയപ്പെട്ട രണ്ട് വകുപ്പുകൾ, അതിൽ ഒന്നാം സ്ഥാനം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പും രണ്ടാം സ്ഥാനം ആരോഗ്യ വകുപ്പുമാണ്. ഞാൻ ഈ രണ്ട് വകുപ്പുകൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് പരാജയപ്പെടുന്നത്? ഇപ്പോൾ പോലീസ് മർദ്ദനങ്ങളുടെ കഥ, പോലീസ് ഇനെഫിഷ്യൻസിയുടെ കഥ, പോലീസും പാർട്ടിയുമായി ബന്ധമുള്ള കഥ, ഇതിന് പാർട്ടിക്കാർ വരെ തല്ലി കിട്ടിയ കഥ, അതുപോലെ വലിയ തോതിൽ ലോക്കപ്പ് മർദ്ദനങ്ങൾ, മരണങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടു. പാർട്ടിക്കാരാണ് പ്രതിയെങ്കിൽ പോലീസ് അന്വേഷിക്കില്ല, പാർട്ടിക്കാരല്ല പ്രതിയെങ്കിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ വരും, പെട്ടെന്ന് FIR വരും, പെട്ടെന്ന് കുറ്റപത്രം വരും, പെട്ടെന്ന് അറസ്റ്റ് വരും, ഇതൊക്കെ വരും. അപ്പോൾ പാർട്ടിസാൻ പോലീസ് എന്നൊരു പേര് പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അത് വളരെ 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 കൂടുതലാണ്. പാർട്ടിക്ക് മാത്രമല്ല, ഒരു ക്ലിക്കിൻ്റെ കീഴിലാണ് ഇപ്പോഴത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. പിന്നെ പോലീസിനെ തല്ലുന്നത്, ഇപ്പോൾ ഒരു സംഘർഷത്തിൻ്റെ ഭാഗമായി, ഒരു സമരത്തിൻ്റെ ഭാഗമായി പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാവാം. അത് സ്വാഭാവികമാണ്. അത് ഒരു പാർട്ടിയെ ഞാൻ കുറ്റം പറയില്ല. അതിലിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയും അത് ചെയ്തിട്ടുണ്ട്, CPM ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്, BJP ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ പോലീസ് അടിക്കും, പോലീസിനെ തിരിച്ചടിക്കും, ഇത് സ്വാഭാവികം. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതല്ല. ഇവിടെ സംഭവിച്ചത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. ഒന്ന്, പോലീസിനെ കുറേ കുട്ടികൾ ആക്രമിക്കുന്നു. പോലീസിനെ ആക്രമിച്ചത് അത് അവരുടെ സ്വാഭാവികം. ചിലപ്പോൾ വേറെ പാർട്ടി ഇല്ലാത്തവരും ആക്രമിച്ചു എന്ന് വരും, പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ പ്രശ്നം എന്താ? അതിനോട് പോലീസ് എടുക്കുന്ന നടപടി എന്താ? അവിടെയാണ് ചോദ്യം. നമ്മൾ സാധാരണ സിനിമയിൽ മോഹൻലാലൊക്കെ പോലീസ് SP ഒക്കെ അടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാക്കിയുടെ മേൽ കൈവച്ചാൽ പോലീസുകാർ രാഷ്ട്രീയം നോക്കാതെ അവരെ തകർക്കും. അത് വേണോ വേണ്ടോ എന്നുള്ളത് വേറെ കാര്യം. പോലീസ് അത്തരത്തിലൊരു ഒരു ഐക്യബോധം പോലീസുകാർ കണ്ടിട്ടുണ്ട്. സാധാരണ ചോദിക്കാറുണ്ടല്ലോ, നീ കാക്കിയുടെ മേൽ കൈ വെച്ചോടാ, എന്നാൽ നിനക്ക് ഞാൻ ശരിയാക്കി തരാം എന്ന് പറയുന്ന ഒരു ഡയലോഗ് നമ്മുടെ ഇതിലുണ്ട്. പക്ഷേ പ്രശ്നം അവിടെയല്ല. പ്രശ്നം ഇതിൽ പോലീസും ഭരണകൂടം എടുക്കുന്ന നടപടി. SFIക്കാരെ ആഹ്ലാദിക്കട്ടെ, DYFIക്കാരെ ആഹ്ലാദിക്കട്ടെ, അത് പക്ഷേ ഇനിയൊരു കുഴപ്പമുണ്ട്. നാളെ യൂത്ത് കോൺഗ്രസ്സുകാരോ യുവമോർച്ചക്കാരോ അല്ലെങ്കിൽ KSUക്കാരോ അല്ലെങ്കിൽ ABVPക്കാരോ നാളെ പോലീസിനെ തല്ലിയാലും ഇതേ നിലപാടിന് എടുക്കേണ്ടി വരും SFIയും DYFIയും. അതോ ഞങ്ങൾ തല്ലിയാൽ കുഴപ്പമില്ലാന്നോ, അവർ തല്ലിയാൽ കുഴപ്പമുണ്ടെന്നോ? എന്താ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ ഞാൻ പോലീസിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കുട്ടികളെ പോട്ടെ, ആ പോലീസുകാരൻ പോട്ടെ, അയാൾ എന്ത് ചെയ്തു, അയാൾ എന്ത് കുറ്റം ചെയ്തു, അതൊക്കെ നിൽക്കട്ടെ, അതിനൊക്കെ നിയമപരമായ നടപടിയുണ്ട്. അയാൾക്കെതിരെ, പോലീസുകാരനെതിരെ ജാമ്യമില്ലാത്ത കേസെടുക്കുകയും വഴിയിലിട്ട് തല്ലിയ പിള്ളേർക്ക് പോലീസുകാരൻ ചിലപ്പോൾ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടെന്തല്ലേ, അങ്ങനെയാണല്ലോ ഹഷ്മി നമ്മൾ പറയുക, ഇൻ ഗുഡ് ഫെയ്ത്ത്. പോലീസുകാർ ചെയ്യുന്നതിനെ ഗുഡ് ഫെയ്ത്ത് എന്നാണ് പറയുക. ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെടിവയ്പ്പിനെ വരെ ന്യായീകരിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഗുഡ് ഫെയ്ത്ത്, വെടിവയ്പ്പിനെ അല്ലെങ്കിൽ പോലീസ് മർദ്ദനത്തെയൊക്കെ ന്യായീകരിച്ചിട്ടുണ്ട്. അത് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ത് ഗുഡ് ഫെയ്ത്താണുള്ളത് SFIക്കാർക്ക്, അല്ലെങ്കിൽ അടിക്കുന്നവർക്ക് എന്ത് ഗുഡ് ഫെയ്ത്താണുള്ളത്? അപ്പോൾ തീർച്ചയായിട്ടും ഒരു പോലീസുകാരോട് ചെയ്താൽ ഇതിൻ്റെ പ്രശ്നം എന്താ? ഇതിൻ്റെ പ്രശ്നം മറ്റൊരു പോലീസുകാരൻ നാളെ ഒരു കാര്യം ചെയ്യാൻ നോക്കൂ. പോലീസിൻ്റെ മൊറയിലിനെ കുറിച്ച് എന്തൊരു വാചകടിയായിരുന്നു മുഖ്യമന്ത്രി. പോലീസിൻ്റെ മൊറയിൽ കളയരുത് പോലീസുകാർ, എന്നിട്ടോ
എല്ലാ തെറ്റ് ചെയ്ത പോലീസുകാർക്കും പ്രൊമോഷൻ കൊടുത്ത് അവരെ മോളി കയറ്റിയിരുത്തി. ഇവർ ഡിസ്മിസ് ചെയ്തു, നടപടിയെടുത്തു എന്ന് പറഞ്ഞാൽ പോലീസുകാർ ചിരി വരും. ഞാൻ കണ്ട പോലീസുകാർ ആർക്കുമില്ല. നമ്മൾക്കിവിടെ കേരളത്തിൽ വലിയ പരാതി വന്ന ശ്രീജിത്ത് അടക്കമുള്ള ആളുകളെ കൊന്ന പോലീസുകാരൊക്കെ പ്രൊമോഷൻ കിട്ടിപ്പോയി. ഒരിക്കലും ഒരു കാര്യം വന്നിട്ടില്ല. ഇപ്പോൾ വണ്ടിപ്പെരിയാറിലെ കേസ് നമ്മൾ കണ്ടു, വളയാറിലെ കേസ് കണ്ടു. വണ്ടിപ്പെരിയാറിലെ കേസ് 6 വയസ്സായ കുട്ടി തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കേസ് പ്രതിയെ കൊണ്ടുവന്നു. ആ പ്രതി പോട്ടെ, ആ പ്രതി അവസാനം ഒരു ചാനൽ ആ പ്രതിയെ വിളിച്ചിരുത്തി അയാൾ 6 വയസ്സായ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടും അയാൾക്ക് പ്രൊമോഷൻ കിട്ടി. അയാളിപ്പോൾ CPI അന്നത്തെ ഉദ്യോഗസ്ഥൻ. ആ പ്രതിയെ വിളിച്ചിരുത്തി ഈ പറയുന്ന അഭിമുഖെടുത്ത ചില ആൾക്കാരൊക്കെ നമ്മളെ മാധ്യമത്തോട് പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി. പോട്ടെ, അത് അല്ല, ഞാൻ അതാ പറഞ്ഞേ, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളുകളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്ത് ശരിയോ തെറ്റോ നിങ്ങൾക്ക് തീരുമാനിക്കാം, മാധ്യമത്തിന് തീരുമാനം. പക്ഷേ എന്നിട്ട് ഇവിടെ വന്ന ആ പ്രതിയെ വിളിച്ചിരുത്തി, 6 വയസ്സായ കുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന കേസിലെ പ്രതിയെ വിളിച്ചിരുത്തി നമ്മൾ പറയുക അയാൾ രക്ഷപ്പെടുക. ഞാൻ ആ കേസുമായിട്ട് ആദ്യം മുതൽ ബന്ധപ്പെട്ട ഒരാളെന്നുള്ള എനിക്കറിയാം. അയ്യോ, ആ കേസിൽ അല്ല CR നീലൻ, ആ കേസിൽ ഈ ആ പ്രതിയെ വെറുതെ വിട്ട ഉത്തരവിൽ കോടതി എണ്ണി പറയുന്നുണ്ട് എന്തുകൊണ്ട് വെറുതെ വിടേണ്ടി വന്നു എന്നും പോലീസിന്റെ വീഴ്ച എന്തൊക്കെയാണെന്ന്. എന്ന് പറഞ്ഞാൽ പോലീസ് ഈ പ്രതിയെ രക്ഷിച്ചെടുക്കാൻ നടത്തിയ നീക്കങ്ങളൊക്കെ എണ്ണി പറഞ്ഞ ഉത്തരവാണ്. ആ ഉത്തരവിന് ശേഷമായിരുന്നു ആ പ്രതിയെ വിളിച്ചിരുത്തി എന്നിട്ട് നമ്മളെ മാധ്യമധർമ്മം പഠിപ്പിക്കുക എന്ന് മാത്രമല്ല അയാൾക്ക് പ്രൊമോഷൻ കൊടുത്തുന്നേ. അതെ. അപ്പോൾ ആരെയാ പിരിച്ചുവിട്ടത്? പോലീസ്. ഇവിടെ കുറേ പോലീസുകാരെ പിരിച്ചുവിട്ടപ്പോൾ CPM-കാരുണ്ടായിരുന്നെങ്കിൽ അവർ പറയാൻ പോകണം 120 പോലീസ്, എനിക്ക് കണക്കൊന്നും അറിയില്ല, ഇപ്പോൾ ഞങ്ങൾ പിരിച്ചുവിട്ടു. ഏത് പോലീസുകാരെ? എനിക്ക് തോന്നണത് എന്താണെന്നറിയോ, ഇവർക്കെതിരായി നിന്ന പോലീസുകാരെ പിരിച്ചുവിട്ടുണ്ടാവും. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഭ്യന്തര വകുപ്പ് വളരെ ദുരൂഹമാണ് എന്ന് ഈ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന സൈബർ ഹാൻഡിലുകൾ വരെ പറഞ്ഞ സന്ദർഭങ്ങൾ ആശ്മിക്കറിയാലോ. ഈ ഗവൺമെൻറ്റിനെ കണ്ണടച്ച് പിന്തുണയ്ക്കുന്നവർ പോലും ഈ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറയുമ്പോൾ അത് അത്ര ശരിയല്ല എന്ന് പറയുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഒരു നാഥനില്ല കളരിയായി ആഭ്യന്തര വകുപ്പ് മാറി. കുറേ ആളുകൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, പോലീസുകാരെ തല്ലാം, വഴിയിലിട്ടിരിക്കാം, എന്തു വേണി ചെയ്യാം. അപ്പോൾ ഈ പോലീസുകാരൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊന്നും അറിയില്ല. ഞാൻ ഇതും കൂടി ചേർത്ത് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ഒരു യദു എന്ന് പറഞ്ഞ ഒരു കണ്ടക്ടറുടെ കാര്യം ഓർമ്മയുണ്ടോ? ഒരു പാവം, അയാളൊരു ജോലി ചെയ്തിരുന്ന, അയാളുടെ ജോലി പോയി. അയാൾ ചെയ്ത് തെരിയോ തെറ്റോ എന്നാൽ അയാളെ ശിക്ഷിച്ചില്ല. അയാളെ ശിക്ഷിച്ചില്ല, മറ്റവരുടെ കേസ് വെറുതെ വിട്ടു. വണ്ടിയിൽ വണ്ടി തെരഞ്ഞൊരു കേസ് വെറുതെ വിട്ടു. ഞാൻ പറഞ്ഞു വന്നത്, ആരാണ് പാർട്ടി നോക്കിയാണോ നമ്മൾ നിലപാടെടുക്കുന്നത്? ഇന്നലെ വേറൊരു വിഷയം ചർച്ച ചെയ്തല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിന് സമാനമായി ഒരു സംവിധായകൻ്റെ പ്രശ്നം വന്നു. എനിക്ക് രണ്ടുപേരും തെറ്റിയെന്ന് പറയില്ല, ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കേസെടുത്ത രീതി നമ്മൾ കണ്ടതല്ലേ, എന്തൊരു ബഹളായിരുന്നു. ഒരു വശത്ത് മറുവശത്തോ എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചത്. ആ സംവിധായകനെ എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത്, ആ സംവിധായകന് പോലീസ് സ്റ്റേഷനിലൊന്നും ജസ്റ്റ് പോയി അതോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടൊന്നും എനിക്കറിയില്ല. വേറെ ഒന്നും ഉണ്ടായില്ല, ഒരു സംഭവം ഉണ്ടായില്ല. അപ്പോൾ ഇത് പാർട്ടി നോക്കി നമ്മൾ തീരുമാനിക്കുക. പാർട്ടിയാണെങ്കിൽ സ്ത്രീപീഡനാണെങ്കിലും കൊലപാതകമാണെങ്കിലും പോലീസിനെ ആക്രമിക്കലാണെങ്കിലും അതിനനുകൂലിക്കുക. ഇതൊരു ജനാധിപത്യത്തിൽ ശരിയല്ല. ശരി സിയാർ, ഈ യദുവിന്റെ കാര്യം പറയുമ്പോൾ യദു അന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ആ ബസ്സിനകത്ത് ഉള്ള മെമ്മറി കാർഡായിരുന്നു. മെമ്മറി കാർഡ് അന്തരീക്ഷത്തിലാവിയായി, ദുരൂഹമായിരുന്ന അന്തരീക്ഷത്തിലാവിയായി. പോലീസ് എവിടെയൊക്കെ അന്വേഷിച്ചു, എന്നിട്ട് എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നിട്ട് അയാൾക്ക് ജോലിയും പോയി, അയാൾ തേരാപ്പാര ജീവിതം വഴിമുട്ടി നടന്ന് അയാൾ കോടതി കേസ് വരെ നടക്കുന്നുണ്ട്. അതിന് കോർപ്പറേഷനിൽ അതിനുള്ള ശിക്ഷ കിട്ടി എന്ന് തോന്നുന്നു. അതിനുകൂടിയുള്ള ശിക്ഷ പോട്ടെ, അത് ഗുണം കിട്ടിയത് BJP-ക്കാണെന്ന് മാത്രം. ജിൻഡോ, ഇവിടെ KSU നേതാവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അരുൺ രാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല ഈ മാളിൽ വെച്ചും കിട്ടും. ഇന്നലെ നടന്ന പോലീസുകാരനെ ആക്രമിച്ച സംഭവത്തിൽ ഒരു കൂട്ടം SFI പ്രവർത്തകർ നടത്തിയ അക്രമം എന്നൊരു വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരുന്നു. അതിൽ തുടർച്ചയായി KSU നേതാവ് പറയുന്നത്, കാക്കിയും ലാത്തിയും ഉണ്ടെന്ന ധാർഷ്ട്യത്തിൽ ചെറുപ്പക്കാരുടെ മെക്കിട്ട് കയറുന്ന കാക്കിയിട്ട തെമ്മാടികൾക്കുള്ള മറുപടിയാണ് ഈ അടിയെന്നാണ് എൻ്റെ അഭിപ്രായം. അത് KSUവിൻ്റെ ഒഫീഷ്യൽ നിലപാടാണോ, യൂത്ത് കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ നിലപാടാണോ? കോൺഗ്രസിന് അങ്ങനെ കാക്കിയുടെ ധാർഷ്ട്യത്തിന് SFI പ്രവർത്തകർ കൊടുത്ത മർദ്ദനം നന്നായി പോയി എന്ന നിലപാടുണ്ടോ ജിൻഡോ? ഇല്ല, അങ്ങനെ ഒരു നിലപാടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസിൻ്റെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന കാലത്ത് പോലീസിൻ്റെ ഇത്തരം തോന്നിവാസങ്ങൾക്കൊക്കെ വിധേയമാക്കപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു വികാരം, പിണറായി വിജയൻ്റെ നവകേരള സദസ്സ് നടത്തിയപ്പോൾ പിണറായി വിജയന് പ്രൊട്ടക്ഷൻ പോയ 2 സേനകൾ തമ്മിലുള്ള പോരാട്ടമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഒന്ന് കേരള പോലീസും, 2 CPM-ൻ്റെ SFI DYFI സംഘവും. 2 ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിക്കാൻ വേണ്ടി മത്സരമായിരുന്നു ഇവർ തമ്മിൽ. പക്ഷെ അതിനപ്പുറത്ത് ഇപ്പോൾ CR നീലകണ്ഠൻ പറഞ്ഞതിനോട് നമ്മൾക്കും യോജിപ്പാണ്. പോലീസിൻ്റെ മൊറയിൽ നഷ്ടപ്പെടുന്ന ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവരവരുടെ ജോലിയുടെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള നിലപാടുകളുടെ ഭാഗമായി
എടുക്കുന്ന ജോലിയുടെ ഭാഗമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നയപരിപാടികൾ, ആ പരിപാടികളുടെ ഭാഗമായിട്ട് ബലം പ്രയോഗിച്ചിട്ടുണ്ടാവും, ലാത്തിയടിയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത്തരത്തിൽ അവർ കുടുംബത്തോടൊപ്പം പോകുമ്പോൾ വട്ടം ചേർന്ന് അടിക്കുന്നത് ഒരു ശരിയായ മാതൃകയല്ല. അതിനെ ആര് പിന്തുണച്ചാലും അതൊരു ശരിയായ മാതൃകയല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സുജിത്തിനെ ലോക്കപ്പിന് പുറത്തുമൊക്കെ പോലീസ് സ്റ്റേഷനിലിട്ട് അതിക്രൂരമായി മർദ്ദിച്ചിട്ട് 2.5 വർഷക്കാലം ആ CCTV ദൃശ്യങ്ങൾ മറച്ചു വെച്ചവരെ ഞങ്ങളും അതേ രീതിയിൽ കൈകാര്യം ചെയ്യണ്ടേ? അങ്ങനെ എത്രയോ കേസുകൾ, എത്രയോ കാര്യങ്ങൾ, എത്രയോ സംഭവങ്ങൾ, ഒരു കാരണവുമില്ലാതെ ചെറുപ്പക്കാരെ തല്ലി കൊല്ലാക്കൊല ചെയ്ത കേസുകൾ എത്രയോ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോ ആളുകളും ഓരോ സംഘടനയും ഈ പോലീസുകാരെ തെരുവിൽ അതേ രീതിയിൽ അവർ കുടുംബത്തോടൊപ്പം പോകുമ്പോൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മളതൊരു അരാജകത്വത്തിലേക്കാണ് നയിക്കുക. നമുക്ക് പോലീസ് സേനയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് ഈ സർക്കാരിൻ്റെ കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന സകല തെമ്മാടിത്തരങ്ങളെയും, വണ്ടിപ്പെരിയാറോ വാളയാറോ ആകട്ടെ, അല്ലെങ്കിൽ ഏത് കേസും എടുത്താലും ഇത്തരത്തിൽ തോന്നിവാസം ചെയ്ത് ആലുവയിലെ മോഫിയ പർവീന്റെ മരണത്തിന് ഉത്തരവാദിയായ പോലീസുകാരെ സംരക്ഷിക്കപ്പെട്ടു. വരാപ്പുഴയിലെ ശ്രീജിത്തിനെ, നെടുങ്കണ്ടത്തെ രാജ്കുമാറിനെ, 10-18 മനുഷ്യരെ ലോക്കപ്പിൽ ഇടിച്ചു കൊന്ന, ഉരുട്ടിക്കൊന്ന പോലീസിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയൻ എടുത്തത്. അന്നൊക്കെ പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? പോലീസിന്റെ മൊറയിൽ നഷ്ടപ്പെടുമെന്ന. അപ്പോൾ നീതിക്ക് വിരുദ്ധമായിട്ട് ജനദ്രോഹം ചെയ്യുന്ന പോലീസുകാർക്കെതിരെ നടപടിയെടുത്താൽ പോലീസിന്റെ മൊറയിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അതേസമയം തന്നെ ചാലക്കുടിയിലെ നിതിൻ പുല്ലൻ എന്ന് പറഞ്ഞ SFI നേതാവ് പോലീസ് ഇപ്പോൾ അടിച്ചു പൊളിക്കുകയും അതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യാൻ പോയ ഉദ്യോഗസ്ഥർക്കെതിരെ SFIയുടെ അഖിലേന്ത്യാ നേതാവ് പറയുന്നത് തെരുവിലെ പട്ടിയെ തല്ലുന്ന പോലെ SIയെ തല്ലുമെന്നാണ്. അത്തരം കാര്യങ്ങളിൽ SFIക്കാരെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തു. അപ്പോൾ ഒരേ സമയം പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് കാലത്ത് ഈ 2 നിലപാടുണ്ട്. ആ 2 നിലപാടാണ് ഇവിടെ ദൃശ്യമാക്കപ്പെട്ടത്. ഇക്കാര്യത്തിൽ ആ പോലീസുകാരൻ്റെ ഭാഗത്തു നിന്ന് നിയമത്തിന് അനുശാസിക്കുന്നതിന് അപ്പുറത്തുള്ള അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള അധികാര പ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സേനയ്ക്കകത്ത് നടപടി സ്വീകരിക്കണമായിരുന്നു. അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാത്ത പക്ഷം ആഭ്യന്തര വകുപ്പിന്റെ പരാജയത്തിന് ഏതെങ്കിലും ഒരു പോലീസുകാരനെ ഒറ്റ തിരഞ്ഞ് തെരുവനായെ പോലെ വേട്ടയാടുന്നത് അതൊരു ശരിയായ മാതൃകയല്ല, ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല, 100% ശരിയാണ്. അങ്ങനെ എന്താണ് നമ്മളെപ്പോഴും പറയാറുള്ള മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ മാതൃകയിൽ ആൾക്കൂട്ടം ചേർന്ന് ഒരാളെ പട്ടിയടിക്കുന്നവരടിക്കുക എന്നൊക്കെ പറഞ്ഞ് നല്ലതല്ല. പക്ഷേ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ കാര്യമാവട്ടെ, കൈനീട്ടിയ ഒരു പെൺകുട്ടിയുടെ ചെവുക്കല്ല് തീർത്തടിച്ച പോലീസുകാരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്ന വിഷയമാവട്ടെ, പോലീസിന്റെ ഈ പറഞ്ഞ നിർദ്ദയ അതിക്രമങ്ങളുടെ വാർത്താ പരമ്പര നമ്മൾ കണ്ടവരല്ലേ. സ്വാഭാവികമായും വലിയ രോഷം ഉണ്ടാവില്ലേ? അത് നടപടി ഉണ്ടാവാതിരിക്കുമ്പോൾ എന്നാൽ അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ ആരെങ്കിലുമൊക്കെ പുറത്തിറങ്ങിയാൽ ശരിയാണ് തെറ്റാണ് എന്ന് പറഞ്ഞാൽ പോലും പഴിക്കാൻ പറ്റുമോ ജിൻഡോ? അല്ല, അതിലൊരു പ്രശ്നമുണ്ട് ഹാഷ്മി. നമ്മളെല്ലാവരും ഞങ്ങൾക്കൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ടും ഞങ്ങളുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും കഴിഞ്ഞ 10 കൊല്ലത്തോളമായിട്ട് ഞങ്ങളൊക്കെ എത്രയോ കേസുകൾ നേരിടുന്നു, എത്രയോ മർദ്ദനങ്ങൾ നേരിടുന്നു, എത്രയോ വട്ടം ജയിൽ ജീവിതം അനുഭവിക്കേണ്ടി വരുന്നു. എത്രയോ അതിക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ചെറുപ്പക്കാരുണ്ട്. അവരൊക്കെ മാസങ്ങളോളം ചികിത്സയിൽ തുടരുന്ന ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച്. അപ്പോൾ ഞങ്ങളെല്ലാവരും സംഘം ചേർന്ന് ഇതൊക്കെ ചെയ്ത, ലാത്തി ചാർജ് ചെയ്ത അല്ലെങ്കിൽ ഇതുപോലെ മർദ്ദിച്ച പോലീസുകാരെ അവരെ കുടുംബത്തോടൊപ്പം പോകുമ്പോൾ പേപ്പട്ടിയെ പോലെ വേട്ടയാടാൻ തീരുമാനിച്ചാൽ പിന്നെ ഈ സേനയ്ക്ക് എന്ത് വിശ്വാസ്യതയുള്ളേ? ഞാനും ഹാഷ്മിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും ഈ ചർച്ച കാണുന്നവരും ഈ തല്ലിയ SFIക്കാർ ഉൾപ്പെടെയുള്ളവരുടെ നമ്മുടെ എല്ലാം കുടുംബം സ്വസ്ഥമായി കിടന്നുറങ്ങുന്നത് എത്ര കുറവുകളുണ്ടെങ്കിലും ഈ പോലീസ് സേനയിലെ കുറെ നല്ല ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ തെരുവ് തെമ്മാടിക്കൂട്ടം നമ്മുടെയൊക്കെ വീട്ടിൽ കയറി നിരങ്ങുന്നേ. ഇപ്പൊ പോലീസിന്റെ മൊറയിൽ നഷ്ടപ്പെടുത്തുന്നത് ഈ ആഭ്യന്തര വകുപ്പും ഈ ആഭ്യന്തര വകുപ്പിനെ പിന്തുണയ്ക്കുന്ന SFI DYFI ഗുണ്ടകളുമാണ്. അപ്പൊ SFIക്കാർക്ക് പോലീസ് സേനയിൽ ഈ മിഥുൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെതിരെ ഏതെങ്കിലും രീതിയിൽ ആക്ഷേപമുണ്ടെങ്കിൽ അവരെന്ത് പരാതിയാണ് കൊടുത്തത്? അവർ പരാതി കൊടുത്തിട്ട് നടപടി സ്വീകരിക്കാത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കണ്ടേ? ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പരാജയമാണ് ഈ സംഭവത്തിലൂടെ തെളിവാക്കപ്പെടുന്നത്. അപ്പൊ എത്രയോ വട്ടം കുന്നംകുളത്തെ സുജിത്തിനെ മർദ്ദിച്ച വിഷയത്തിൽ SFIക്ക് നീതിബോധം ഉണ്ടായില്ലല്ലോ, DYFIക്ക് നീതിബോധം ഉണ്ടായില്ലോ. ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ചെവിക്കല്ല് അടിച്ചു പൊട്ടിച്ച കേസിൽ SFI എപ്പോഴെങ്കിലും ശബ്ദമുയർത്തിയോ? സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര്, പീഡനം നേരിടുന്ന മനുഷ്യരുടെ കാര്യത്തിൽ SFIയോ DYFIയോ ഈ ധാർമ്മിക രോഷം പ്രകടിപ്പിച്ചില്ലല്ലോ. പേരൂർക്കടയിലെ പോലീസ് സ്റ്റേഷനിൽ 10-20 മണിക്കൂർ ബിന്ദു എന്ന് പേരുള്ള വീട്ടമ്മ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ മാലമോഷണ കേസിൽ പ്രതിയാക്കപ്പെട്ട് കക്കൂസിലെ വെള്ളം എടുത്ത് കുടിക്കടി എന്നുള്ള ആക്രോശം കേട്ടിരുന്നില്ലേ? അന്ന് SFIയും DYFIയും ഈ നീതിബോധം കാണിച്ചോ? ഇല്ല. അപ്പൊ ഇവർക്ക് നേരിട്ടിട്ടുള്ള നീതിബോധം, ഈ വലിയ ധാർമ്മിക രോഷം പ്രകടിപ്പിക്കുന്നത് അത് പിണറായി വിജയനോടാണ് കാണിക്കേണ്ടത്, അല്ലാതെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയല്ല ചെയ്ത്. കഴിഞ്ഞ 9.5 വർഷക്കാലം പോലീസ് സേനയിലെ ഇത്തരം പുഴുക്കുത്തുകളെ സംരക്ഷിച്ചത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാ. അതിന് പകരം ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ അങ്ങനെ വേട്ടയാടാൻ തീരുമാനിച്ചാൽ അത് ആദ്യം ചെയ്യേണ്ടത് ഞങ്ങളായിരുന്നു. ഞങ്ങൾ അത് ചെയ്തില്ല എന്നുള്ളത് ഞങ്ങളുടെ ജനാധിപത്യ താങ്കൾ പറയുന്ന കള്ളക്കേസിൽ, മാലമോഷണ കേസിൽ പെടുത്തി അവിടെ തൊണ്ട ദാഹിച്ചപ്പോൾ പോയി കക്കൂസിന് വെള്ളം എടുത്തു കൂടി എന്ന് പറയുന്നതൊക്കെ
വേദനിക്കണമെങ്കിൽ അടിസ്ഥാന വർഗത്തിന് കിട്ടുന്ന മർദ്ദനത്തിൽ വേദനിക്കണമെങ്കിൽ വിശാലമായ ഒരു രാഷ്ട്രീയ വീക്ഷണമൊക്കെ വേണമല്ലോ. ഇതങ്ങനെ ആ രാഷ്ട്രീയ വീക്ഷണമൊക്കെ എന്നേക്കെന്നേ പോയില്ലേ ജിൻഡോ? ഇതിപ്പോൾ സ്വന്തം തടിക്ക് കൊണ്ടപ്പോൾ വേദനിച്ചു, അപ്പോൾ തിരിച്ചടിച്ചു. അതിന് അങ്ങനെ ഉണ്ടാവുന്നത് അല്ല, കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ പെർസ്പെക്റ്റീവിൽ വെക്കാനുള്ള കാലമൊക്കെ പോയി. ശ്രീ കെ ശ്രീകുമാർ, ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരം മാളിൽ ആ സംഭവത്തിൽ 2 SFI പ്രവർത്തകർ അറസ്റ്റിലായത് വിനയ് സുർജിത്ത് എന്നിവരാണ് എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ശ്രീ ശ്രീകുമാർ, ഇവിടെ ആ പോലീസുകാരൻ SFI വിദ്യാർത്ഥികളെ ഒന്നല്ല പലയാവർത്തി പല സ്ഥലങ്ങളിൽ മർദ്ദിച്ചു. ഇടിയം പോലീസുകാരനാണ് മിഥുൻ റോയ് എന്ന വ്യാപക വിമർശനം അയാളുടെ ഭൂതകാലം വെച്ചുകൊണ്ടുള്ള പല ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ പക്ഷേ ദൃശ്യങ്ങളിൽ ഒരു പോലീസുകാരനെ SFI പ്രവർത്തകർ വട്ടം കൂടി അങ്ങോട്ട് പ്രകോപിപ്പിക്കുന്നു, മാരകമായ തെറികൾ വിളിക്കുന്നു, അങ്ങനെ ഇടിക്കുന്നു. അതാണ് ആ ദൃശ്യം സത്യമാണല്ലോ. അതിൽ പോലീസുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പെടുക്കുകയും ഇടിച്ച SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ വൈകുകയും എടുത്ത കേസിന് ജാമ്യം കിട്ടുന്ന വകുപ്പാവുന്നതിൽ ഒരു ബേസിക് നീതി നിഷേധമില്ലേ ശ്രീ ശ്രീകുമാർ? അതാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പോലീസ് ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് AR ക്യാമ്പിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് മിഥുൻ റോയ്. അവർ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഡ്യൂട്ടിയല്ല. ഒരു പൊതു താല്പര്യം മുൻനിർത്തിയിട്ട് ജനങ്ങൾക്ക് സമാധാനപരമായിട്ട് ആഘോഷം നടത്താൻ കഴിയണം, അതിനുവേണ്ടി ആണ് പോലീസ് ഡ്യൂട്ടി ചെയ്യുന്നത്. ആ ഡ്യൂട്ടി ചെയ്യുന്നതിൽ എന്തെങ്കിലും നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോ പരാതി കൊടുക്കാം. 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യുന്ന വിഭാഗമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ. രാത്രി ഉറക്കൊഴിച്ച് നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടി പോലത്തെ ഡ്യൂട്ടി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളെല്ലാം സമാധാനമായി കടന്നുറങ്ങുന്നതും നമ്മളെല്ലാം പിറ്റേന്ന് നീച്ച് നടക്കുന്നതൊക്കെ. ഓണം വിഷു ആഘോഷങ്ങളൊക്കെ വരേണ്ട സമയത്ത് ഹോളിഡേയ്സിൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ഡ്യൂട്ടി ചെയ്യുന്നൊരു വിഭാഗമാണ് പോലീസ് ഉദ്യോഗസ്ഥർ. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ചെയ്ത ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി ആരുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് ചെയ്തത്? ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടിയിട്ട് വന്ന ആളുകൾക്ക് സമാധാനമായിട്ട് ആഘോഷം നടത്താൻ പറ്റണം എന്നുള്ള ഉദ്ദേശത്തിൽ ആണ് ചെയ്തിട്ടുണ്ടാവുക. സ്വന്തം താല്പര്യപ്രകാരം ചെയ്യുന്നതല്ല. അതിനെല്ലാം മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളുണ്ടാവും. അവിടെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പരാതി ഉണ്ടെങ്കിൽ SFIക്കാർ പരാതി കൊടുക്കുകയാണ് വേണ്ടത്. ഇതിവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു പരിപാടി, പ്രത്യേകിച്ച് ഭരിക്കുന്നത് അവരുടെ തന്നെ പാർട്ടിയാണ്. ആ സ്ഥിതിക്ക് അവർക്ക് പരാതി കൊടുത്തൂടെ? പരാതി കൊടുക്കാതെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇനി നാളെ ഏതൊരു ഡ്യൂട്ടിയിൽ വരുമ്പോഴും ഇവർക്ക് എന്ത് അതിക്രമം കാണിക്കുക, അത് അല്ല ശ്രീ കെ ശ്രീകുമാർ, എന്ന് പറയുമ്പോഴും ഈ ശംഖുമുഖത്ത് കണ്ട ദൃശ്യങ്ങൾ ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി മാത്രമാണോ എന്നറിയില്ല. തലയ്ക്ക് രാത്രി കൊണ്ട് അടിക്കുന്നുണ്ട്. ഇയാൾ തന്നെ നേരത്തെയും പല മർദ്ദനങ്ങൾ നടന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. നെട്ടയത്തടക്കം ഇയാൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഫ്ലക്സുകൾ നേരത്തെ തന്നെയുള്ള വിഷയം ഇപ്പോൾ വരുന്നുണ്ട്. ഇയാൾ മാത്രമല്ലെന്നേ ശ്രീകുമാർ, ഈ പോലീസുകാർ ഇടിച്ചു കൂട്ടുന്നതിന് എത്ര ദൃശ്യങ്ങൾ, പാവങ്ങളെ, സാധുക്കളെ, ചോദിക്കാനും പറയാൻ ആരും ഇല്ലാത്തവരെ, രാഷ്ട്രീയ ശക്തി ഇല്ലാത്തവരെ മര്യാദയില്ലാതെ ഇടിച്ചു കൂട്ടുന്നതിന്റെ ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ മാല പോലെ പരമ്പര പോലെ വന്നതല്ലേ. എല്ലാ പോലീസുകാരും അങ്ങനെയല്ല. പോലീസുകാരിലെ ഒരു ന്യൂനപക്ഷം മാത്രമേ അത്തരക്കാരുള്ളൂ. പക്ഷേ അതിനെതിരെ പരാതി കൊടുത്താലും കാര്യമായ നടപടി ഉണ്ടാവുന്ന പെർസെപ്ഷൻ ഇല്ലാതിരിക്കുമ്പോൾ ആൾക്കാർക്ക് ആ സംവിധാനത്തിലുള്ള വിശ്വാസനഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുന്നത് എങ്ങനെയാണ് ശ്രീകുമാർ? എനിക്ക് അടി കൊണ്ടാൽ ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അനീതിയാണ്, ഞാൻ പറഞ്ഞാൽ ഒരു നടപടി ഉണ്ടാവുന്നില്ല. നടപടി ഉണ്ടാവാത്തപ്പോൾ എനിക്ക് നീതി തേടി ഞാൻ തന്നെ ഇറങ്ങുക എന്നൊരവസ്ഥയിലേക്ക് സമൂഹത്തെ എത്തിക്കുന്നതല്ലേ ശ്രീകുമാർ? അതിന് ആ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പരാതി കൊടുക്കുന്നത് ആർക്കാണ്? ഈ ഒരു ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും ഡ്യൂട്ടി ചെയ്യുന്നതിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ഇതുപോലത്തെ അതിക്രമം കാണിച്ചിട്ടുണ്ട് എന്നൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ബന്ധപ്പെട്ട പോലീസ് മേലധികാരികൾക്ക് കൊടുക്കാം, മുഖ്യമന്ത്രിക്ക് കൊടുക്കാം. മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതിന് നടപടി ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയാണ് സമരം ചെയ്യേണ്ടത്. പോലീസ് ഉദ്യോഗസ്ഥൻ സ്വന്തം നിലയ്ക്ക് ചെയ്യുന്നതല്ല. പോലീസ് ഉദ്യോഗസ്ഥനെ ഭരിക്കുന്നത് നമ്മുടെ ഭരണകൂടമാണ്. അപ്പോൾ ആ ഭരണകൂടത്തിന് പരാതി കൊടുത്താൽ അന്വേഷിക്കാനുള്ള നിർദ്ദേശം മുകളിൽ നിന്ന് വരും. അത് അന്വേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യാനുള്ള സംവിധാനം പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഉണ്ട്. അത് ഭരണ സംവിധാനത്തിലുണ്ട്. അങ്ങനെ നോക്കിയിട്ട് നടപടിയെടുക്കാൻ വേണ്ട. ഇപ്പോൾ ഇയാൾ ചെയ്ത് ഡ്യൂട്ടീൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിലും അതിന് പരാതി കൊടുക്കണം. ആ പരാതി കൊടുക്കാതെ അത് അതിനുവേണ്ടി വേണ്ടതൊന്നും ചെയ്യാതെ പിന്നെ ഇയാളും ഇയാളുടെ സഹോദരിയും കൂടി ഒരു വഴിക്ക് പോണ സമയത്ത് അവിടെ വെച്ചിട്ട് വഴിക്കിൽ വെച്ച് ആക്രമിക്കുക, അത് ആ പാവം കൂടെ പോകുന്ന ആ കുട്ടിയെയും ആക്രമിക്കുക. എന്നിട്ട് അത് മാത്രമല്ല, ആ സംഭവം മുഴുവൻ പുറത്തു വന്ന സമയത്ത് പോലീസ് കേസെടുത്ത എങ്ങനെയാണ്? SFIക്കെതിരെ ദുർബല വകുപ്പ്. അതേസമയത്ത് തടഞ്ഞു നിർത്തി യാത്ര തടസ്സപ്പെടുത്തി അതിക്രമം കാണിച്ചു. അതിന് SFIക്കെതിരെ കേസ് പരാതിക്ക് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഈ കേസെടുത്ത പോലീസ് ശ്രീലങ്കൻ പോലീസ് അല്ലല്ലോ, കേസെടുത്ത പോലീസ് കേരള പോലീസ് തന്നെയല്ലേ ശ്രീകുമാർ? അത് ഇപ്പൊ ആരെയാ പഴിക്കുക? അത് സാധാരണഗതിയിൽ ജനങ്ങൾ നമ്മൾ പറയുക പോലീസിൻ്റെ അടുത്തുള്ള വീഴ്ചയാണ് കേസെടുക്കുന്നത് നമുക്ക് തോന്നുന്നത്.
പക്ഷേ SFI ആണ്, ഭരണകക്ഷിയുടെ പാർട്ടിയാണ്. അവർ ഇതിൽ മോൾ കമ്മിറ്റിയിൽ നിന്ന് ഇടപെട്ടിട്ടുണ്ടാവും. ആ ഇടപെട്ടിട്ട് മുകളിൽ നിന്ന് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ കേസെടുക്കാൻ താല്പര്യപ്പെട്ട ഉദ്യോഗസ്ഥൻ ഈ CPM-നോടൊക്കെ താല്പര്യമുള്ള ആരെങ്കിലും ആയിരിക്കും. അങ്ങനെയൊക്കെ ആവാനാണ്. അതും ചിലപ്പോൾ അങ്ങനെയും സാധ്യതയുണ്ട്. ഇത് പോലീസ് അസോസിയേഷൻ പറഞ്ഞ പോലെ സംരക്ഷണം കൊടുക്കണം പോലീസ് ഉദ്യോഗസ്ഥന്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പരാതിയിൽ ദുർബലമായ വകുപ്പ് എടുക്കുക, അതെടുത്തിട്ടുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയുള്ള കാരണം സാധാരണഗതിയിൽ നമുക്ക് നോക്കുക, പോലീസാണ് കേസെടുത്തതെന്ന് നമുക്ക് പറയാം. പക്ഷെ അദ്ദേഹം ഈ പോലീസ് കേസെടുക്കുന്നത് ഇങ്ങനെ ദുർബലമായ വകുപ്പ് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അത് മുകളിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ടാവും. ആ നിർദ്ദേശം കൊടുക്കുന്ന ആരായിരിക്കും? സാധാരണഗതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ കൊടുക്കില്ല. അത് ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇദ്ദേഹത്തിൻ്റെ പരാതിയിൽ കേസെടുക്കണം. എന്നിട്ട് എന്താണ് ശരിയെന്നാണെന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അതിനാണ് ചാർജ് ഷീറ്റ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. അതാ വേണ്ടത്. ഏതെങ്കിലും ഒരു പരാതിക്ക് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഡ്യൂട്ടി ചെയ്യാൻ കൂടി പറ്റില്ല. ഔദ്യോഗിക ഡ്യൂട്ടി ചെയ്യാൻ കൂടി പറ്റില്ല. ആ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ പരാതി വന്നിട്ടുണ്ടെങ്കിൽ തനിക്കെതിരെ എടുക്കുന്ന വകുപ്പ് ജാമ്യമില്ലാ വകുപ്പായിരിക്കും താൻ ചെയ്യുന്ന ഡ്യൂട്ടിക്കൊക്കെ. അതേസമയത്ത് എതിർകക്ഷിൻ്റെ ഭാഗത്തുനിന്ന് വന്ന പരാതിക്ക്, തനിക്കെതിരെ വന്ന പരാതിക്ക് ജാമ്യമില്ലാത്ത വകുപ്പ് എടുക്കുക, തൻ്റെ പരാതിക്ക് ദുർബല വകുപ്പ് കൊടുക്കുക. പക്ഷെ അപ്പം കേസ് കൊടുത്തില്ല എന്ന് വരും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു അവസ്ഥ പോലീസിന്റെ മനോവീര്യത്തെ ബാധിക്കില്ലേ എന്ന ചോദ്യം നിൽക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലേ, നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് പണ്ടത്തെ മുദ്രാവാക്യം പോലെ ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ പോലീസ്, ഞങ്ങൾ കേസെടുത്ത നിങ്ങൾക്ക് എന്താ ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവാം. പോട്ടെ, ശ്രീ CR നീലൻ, ഇവിടെ പല്ലിന് പല്ല് എന്ന് തെരുവിൽ നേരിടാൻ തീരുമാനിക്കുന്നത് ജനാധിപത്യ വിരുദ്ധം, ഒരു തർക്കം അക്കാര്യത്തിലില്ല. അത് ഒരു ജനാധിപത്യ രാജ്യത്ത് അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ലാത്തി കൊണ്ടടിച്ച പോലീസുകാരനെ അടയാളപ്പെടുത്തി വെക്കുക, അയാൾ സഹോദരിക്കൊപ്പോ കുടുംബസമേതോ സിവിൽ ഡ്രസ്സിൽ പുറത്തിറങ്ങുന്ന സമയത്ത് വളഞ്ഞു വെച്ച് ആൾക്കൂട്ടം തുടങ്ങിയത് എവിടെ ചെന്ന് നിൽക്കും എന്ന ചോദ്യം ഉറപ്പായും സ്വാഭാവികമുണ്ട്. പക്ഷേ CR, നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഇവിടെ അങ്ങേയറ്റം നീതി നിഷേധത്തിൻ്റെ പരകോടിയിലുള്ള പോലീസ് മർദ്ദനങ്ങൾ ഒന്നാണോ നമ്മൾ കണ്ടത്? നമ്മൾ ഈ സർക്കാർ കാലയളവിൽ കണ്ട അതിക്രമങ്ങൾക്ക് കയ്യും കണക്കുമുണ്ടോ? അപ്പോൾ ആ അതിക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസുകാരെ ഒന്ന് പ്രേരിപ്പിക്കുമെങ്കിൽ കറ നല്ലതാണ് എന്ന് ഒരു പരസ്യവാചകത്തിൽ പറയുന്നത് പോലെ ചിലപ്പോൾ ചില മർദ്ദനം നല്ലതാണെങ്കിലോ CR? അല്ല, അവിടെയാണ് പ്രശ്നം. ഒന്ന് നല്ലതാണെങ്കിൽ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമുണ്ട്. ഇന്നലെ അടിച്ചത് SFIക്കാരാണ്. നാളെ കോൺഗ്രസ്സുകാരടിച്ചാലും ഇത് പറയൂ, വേറെ ഏതെങ്കിലും സംഘടനക്കാരടിച്ചാലും ഇത് പറയൂ, ABP അടിച്ചാൽ നിങ്ങളിത് പറയൂ. പ്രശ്നം അങ്ങനെ തീർക്കാൻ കഴിയൂ? ഇതിൽ ഞാൻ കണ്ടൊരു കാര്യം ഹാഷ്മി, SFIക്കാർക്ക് തന്നെ ഇവിടുത്തെ ആഭ്യന്തര സംവിധാനത്തിൽ വിശ്വാസമില്ല. അതാണ് പ്രശ്നം. അവരെ തല്ലിയൊരു പോലീസുകാരൻ തെറ്റ് ചെയ്തു തന്നെ വയ്ക്കുക. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഷ്വൽ എടുത്ത് അത് കൊണ്ടുപോയി അധികൃതരോട് പറഞ്ഞ് അവരുടെ ആഭ്യന്തര വകുപ്പ്, അവരുടെ ശശിയെ പോലെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ആളുകളിരിക്കുന്നു, അവരോട് പറഞ്ഞിട്ട് സഖാവേ നിങ്ങളും SFI അല്ലേ ആയിരുന്നേ, SFIക്കാർ ഇങ്ങനെ തല്ലിയൊരു പോലീസുകാർ ഇവിടെ ഇരിക്കാമോ എന്ന് ചോദിച്ച് അദ്ദേഹത്തിനെതിരെ നിയമപരമായ നടപടി എടുക്കാമായിരുന്നല്ലോ. നിയമപരമായി അങ്ങനെ നടപടി കിട്ടില്ല എന്ന് SFIക്കാർക്കും DYFIക്കാർക്കും അറിയാം. അങ്ങനെ നിയമപരമായി ഇവിടുത്തെ പോലീസിൽ ക്രമപരമായി ഒന്നും നടക്കുന്നില്ല എന്നവർക്ക് ബോധ്യമുള്ളതുകൊണ്ടായിരിക്കും അവർ ചെയ്തത്. ഇപ്പം ഞാൻ പറഞ്ഞു, യൂത്ത് കോൺഗ്രസ്സുകാരെ ചെയ്തെങ്കിൽ അവരുടെ ഭരണമില്ല. ഇപ്പോൾ ഞാനിതിനെ കാണുന്നത് വഴിയിൽ വെച്ചൊരു പോലീസുകാരനെ തല്ലുന്നത്, പണ്ട് നമ്മൾ നക്സലൈറ്റ് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന പോലെയൊക്കെ ഉണ്ട്. അന്നും എൻ്റെ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞിരുന്നു 2 പോലീസുകാർക്ക് കിട്ടേണ്ടതാണ് എന്നൊക്കെ നക്സലൈറ്റുകാർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കാലത്ത് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് മനസ്സിലായി അത് നിലനിൽക്കാവുന്ന ഒരു കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ജനാധിപത്യത്തിൽ അതിനൊരു റൂൾ ഓഫ് ലോ ഉണ്ട്. നമുക്കിവിടെ നഷ്ടപ്പെടുന്നത് റൂൾ ഓഫ് ലോ ആണ്. റൂൾ ഓഫ് ലോ നഷ്ടപ്പെട്ടാൽ പിന്നെ ആ സമൂഹത്തിൽ നമ്മൾ എന്ത് വിശ്വസിച്ചാൽ നടക്കുക? ഞാൻ പോലീസിൻ്റെ മുറയിൽ എന്ന് പറഞ്ഞ് ജിൻഡോ തെറ്റിദ്ധരിച്ചതാണ്. മുഖ്യമന്ത്രി പല പ്രാവശ്യം പറയുന്നു പോലീസിൻ്റെ മുറയിൽ നിന്ന് പല കാര്യങ്ങളിൽ. ശ്രീജിത്തിനെ തല്ലിക്കൊന്നവരെയും വാളയാറും വണ്ടിപ്പെരിയാർ കേസ് അട്ടിമറിച്ചവരെയും മധുവിൻ്റെ പ്രശ്നത്തിൽ വേണ്ടപ്പോൾ എല്ലാ പോലീസുകാരെയും രക്ഷിക്കുന്നു. എന്നിട്ട് പറയും അവരെ വിമർശിച്ചാൽ നിങ്ങൾ പോലീസിൻ്റെ മുറയിൽ കളയും. പക്ഷേ യഥാർത്ഥത്തിൽ പോലീസിൻ്റെ മുറയിൽ പോകുന്ന എപ്പോഴാണ് പോലീസിന് ഇപ്പോൾ ഈ മിഥുൻ റോയ് എന്ന് പറയുന്ന ആൾ ഭയങ്കരമായി അടിച്ചിട്ടുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ആ ഒരു ഇത് പറയണ പോലെ ചില പോലീസുകാരൊക്കെ ചെയ്യും. എനിക്ക് വരെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് വേണ്ടേ പോലീസുകാരൊക്കെ അടിക്കുന്നത് പോലീസുകാർ ഉണ്ട്. അത് തെറ്റ് ചെയ്താൽ അത് ഇന്നറിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ ഹാഷ്മി, വളരെ സിമ്പിൾ സംവിധാനങ്ങളില്ലേ. എല്ലാ സ്ഥലത്തും CCTVയും എല്ലാവരും അത് വിഷ്വൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കുക. പോലീസിൽ അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ മേലെ എത്രയോ ലെവലിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒരു പരാതി SFIക്കാർ കൊണ്ടു കൊടുത്താൽ ആ പരാതി അയാൾക്ക് പരിശോധിക്കാമല്ലോ. ഇവിടെ വലിയ ഗുണ്ടാ തലവന്മാർക്കെതിരെ മുട്ടുപറച്ച് നൽകി നടപടിയെടുക്കാത്ത, അല്ലെങ്കിൽ ഗുണ്ടാ തലവന്മാരുടെ മദ്യസൽക്കാരത്തിൽ പോയി മദ്യം കുടിച്ചുകൊണ്ടിരിക്കുന്ന റെയ്ഡ് വരുമ്പോൾ ഓടിപ്പോയി കക്കൂസ് വിളിക്കുന്ന DYSPമാരൊക്കെ ഉണ്ട്. പക്ഷേ
ഒന്നുമില്ലാത്ത പരമസാധുക്കളായ തിരിച്ച് എന്ത് അടിച്ചു കൊന്നാലും ചോദിക്കാനും പറയാൻ ആരുമില്ല എന്നുറപ്പുള്ള മനുഷ്യന്മാരെ തല്ലിച്ചതയ്ക്കുന്ന എന്താണ് ദൃശ്യങ്ങൾ, വാർത്തകൾ നമ്മൾ എത്ര കണ്ടു? അതിൽ പരാതി ഉണ്ടായില്ലേ? ആ പരാതിയിൽ നടപടി ഉണ്ടായോ? അല്ലെങ്കിൽ നടപടി ഉണ്ടായി എന്ന് ജനത്തിന് ബോധ്യപ്പെടുന്നതിൽ എന്തെങ്കിലും ഉണ്ടായോ? അങ്ങനെ ഉണ്ടാകുമ്പോൾ ജനത്തിനിടയിൽ അമർഷം പുകയും സിയാർ. ചിലപ്പോൾ ആയുധം കയ്യിലെടുക്കാം എന്ന് തീരുമാനിച്ച് അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയുമ്പോൾ പോലും ക്ഷമയുടെ നെല്ലിപ്പടി എന്നുണ്ട് സിയാർ. അല്ല, പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട് ആഷ്മി. അവിടെയാണ് പ്രശ്നം. ഞാൻ സമ്മതിച്ചു, ഇപ്പൊ ജനങ്ങളോ കുട്ടികളോ അത് ചെയ്തു എന്ന് തന്നെ വെക്കുക. എന്താ പോലീസ് അധികൃതർ ചെയ്യേണ്ടത്? അവിടെയാണ് പ്രശ്നം. ഞാനിത് കുട്ടികൾ അടിച്ചതോ ഇയാൾ അടിച്ചതോ നമുക്ക് തർക്കിക്കാം. പക്ഷേ പ്രധാന പ്രശ്നം എന്താ? ഈ പോലീസ് അധികൃതർ കേസെടുത്തതിനെ കുറിച്ച് നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നത്. എന്താ പോലീസുകാർ ഇപ്പോൾ ഇതിൽ ആരെയാ തെറ്റ് കാണുന്നത്? ഈ മിഥുൻ റോയിക്ക് തെറ്റുപറ്റി. ഈ അടി അദ്ദേഹത്തിൻ്റെ കുടുംബസമേതം സഹോദരിയുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു പബ്ലിക് സ്പേസിൽ വെച്ച് ഒരു പോലീസുകാരനെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചിട്ട് അയാളുടെ ഈ പറഞ്ഞ പോലെ വഴി തടയാൻ എല്ലാ കുറ്റവും ചെയ്തിട്ട് ആ കുറ്റത്തിന് എന്താ കേസ് എടുക്കേണ്ടത്? ഞാൻ പോലീസുകാരനെ മാളിൽ വെച്ച്, നാളെ ലുലു മാളിൽ വെച്ച് ഞാൻ 2 പോലീസുകാരൻ 2 പെടപെടച്ചാൽ എനിക്ക് പിന്നെ വേറെ ന്യായമൊക്കെ പറയാം. ഇയാൾ എന്നെ പണ്ട് തല്ലിയിരുന്നു, ഇയാൾ വേറെ കുഴപ്പക്കാരനാണ്, ഇയാൾ അഴിമതിക്കാരനാണ്, ഇയാൾ കൈക്കൂലിക്കാരനാണ്, പോലീസിൽ നടപടി സ്വീകരിച്ചിട്ടുള്ള ആളാണ് എന്നിട്ട് ഞാനൊരു അല്ലല്ല സിആർ ചെയ്താൽ അത് കളി മാറും. ഇപ്പോൾ SFI പ്രവർത്തകർ ചെയ്താൽ ജാമ്യമില്ലാത്ത വകുപ്പാണ്. ചിലപ്പോൾ ഇപ്പോൾ അറസ്റ്റ് അധികം നാൾ ഇല്ലാതെ അങ്ങ് പുറത്തിറങ്ങും. സിആർ ചെയ്താൽ പിന്നെ ആയുഷ്കാലം സിആർ പുറലോകമാണില്ല. ഹാഷ്മി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ SFIക്കാർക്ക് അങ്ങനെ ഒരു നടപടി എടുക്കാൻ പോലീസിനെ കൊണ്ട് കറക്റ്റ് ചെയ്യിക്കാൻ കഴിയില്ല എന്ന് SFIക്ക് ബോധ്യം വന്നിരിക്കുന്നു. പോലീസിനെ കറക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് DYFIക്കും CPMനും ബോധ്യം വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിൻ്റെ മേലുള്ള അവർക്കൊന്നും പറയാൻ പറ്റില്ല. അവിടെ വേറെ ആരോഗ്യമോ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. നമ്മളിവിടെ അറിയാലോ, ഏറ്റവും ഭൂലോക തട്ടിപ്പുകാരുടെ എറണാകുളത്ത് ഒരുത്തൻ ഒരു നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചിട്ട് അതിന് കാവലിരുന്ന ഒരു DGPയും ADGPയും ഉണ്ടായിരുന്നല്ലോ ഇവിടെ. വാളൊക്കെ പിടിച്ചിട്ട് മോസസിൻ്റെ വടിയൊക്കെ പിടിച്ചിട്ട് അയാൾക്കെതിരെ വല്ല നടപടി ഉണ്ടായി? ആരെങ്കിലും ചോദിച്ചോ? ആരെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം അയാളോട് ചോദിച്ചോ? നിങ്ങളെന്താണ് പൂരം കലക്കിയ അജിത് കുമാറിന് ഫുൾ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലേ? ഇപ്പോഴും സുനിൽകുമാർ എന്താ പറയാന്ന് എനിക്കറിയില്ല. പൂരം കലക്കി നാട്ടുകാരെ മുഴുവൻ, തൃശ്ശൂർക്കാരനാണ് ഞാൻ, തൃശ്ശൂർക്കാരെ മുഴുവൻ നാറ്റിച്ച ഒരു പോലീസ് സംഘത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തില്ല. അയാൾക്കൊരു കുഴപ്പമില്ല, അമ്പലക്കാരൻ എന്തോ കുഴപ്പമെന്ന് പറഞ്ഞ്. എനിക്കറിയില്ല അതിനോട് എങ്ങനെയാണ് CPI പ്രതികരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, പോലീസുകാർ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ പൂർണ്ണമായും സംരക്ഷിക്കും. ഇത് പാർട്ടിസാൻ പോലീസാണ്. ഇത് കമ്മിസാർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു സംഗതിയാണ്. അത് തന്നെയാണ്. പക്ഷേ അവിടെ പോലും ഈ SFIക്കാർ ഇനി വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ആളാണോ എന്നറിയില്ല. ഇവർ പോയി പറഞ്ഞാൽ അവിടെ പോലീസ് ചെയ്യില്ലെങ്കിൽ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ, എൻ്റെ ചോദ്യം ഇവർ ആരോടുമല്ല, ഈ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരോട്. ഇപ്പോൾ അസോസിയേഷൻ പറഞ്ഞില്ലേ, ഈ അസോസിയേഷനിൽ പെട്ട ഉദ്യോഗസ്ഥർ അതിൽ കേസെടുത്തതിലുണ്ടാവുമല്ലോ. ഈ അസോസിയേഷൻ ഏത് കോത്താഴ്ച നോക്കിയിട്ട് ഈ പ്രസ്താവന ഇറക്കണേ? ആ പോലീസ് ഓഫീസർമാരോട് പറ, നിങ്ങൾ ചെയ്ത് ശരിയല്ല, ഇയാൾ അടിച്ചതിന് കുറ്റമുണ്ടെങ്കിൽ അത് വേറെ കേസാണ്. ഇയാളവിടെ മറ്റേ ബീച്ചിൽ പോയി ഇയാൾ വേണ്ടാതീനം കാണിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ആക്രമിക്കാൻ പാടില്ല. അവർ കുറച്ചൊക്കെ ഫ്രീ ആയിരിക്കും. ആ ഒരു ദിവസമാണ് വാലന്റൈൻസ് ഡേ ആണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയണില്ല. അവിടെ കയറി ഇടപെടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ മോറൽ പോലീസിംഗ് എന്ന് പറഞ്ഞാൽ പോലീസ് തന്നെ മോറൽ പോലീസ് ആവുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരുപാട് പരാതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ നിൽക്കട്ടെ, പോലീസുകാരൻ തെറ്റ് ചെയ്തെങ്കിൽ അയാൾ ശിക്ഷിച്ചോ. ഈ കേസെടുത്ത അവിടെയാണ് ടോപ്പിന് ഉത്തരം വരണ്ടേ. എനിക്ക് ഉത്തരം കിട്ടേണ്ടത്, ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഉത്തരം കിട്ടേണ്ടത് കേസെടുത്ത പോലീസുകാർ, ഉയർന്ന തലത്തിലുള്ള പോലീസുകാർ. ഈ കേസെടുത്തിട്ട് ഈ കേസിന് നിങ്ങൾ ചെയ്ത് ശരിയായില്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് 2 പേർക്കെതിരെയും തുല്യമായ കേസെങ്കിലും എടുക്കണം. അത് ഇവിടെ വെച്ചിട്ടല്ല, മാളിൽ നടത്തിയ പ്രശ്നത്തിന് അയാൾക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല. അയാൾ ഒറ്റയ്ക്ക് അയാളുടെ കുടുംബത്തോടുകൂടി വരുന്ന ആളെ ആക്രമിച്ചപ്പോൾ അയാൾക്കെതിരെ എന്ത് കേസെടുക്കാനാണ്? ഒരു പക്ഷേ അയാൾ അവിടെ കുട്ടികളെ അടിച്ച കേസിൽ. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഒരു പോലീസുകാരനല്ല അവിടെ ഉണ്ടായിരുന്നേ. റോയ് മാത്രമല്ല, വേറെ പോലീസുകാരും ഉണ്ട്. അവർ ചെയ്തോന്നും ഇങ്ങനെ അറിയില്ല. അപ്പോൾ അതിന് ഇനിയിപ്പോൾ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്നുള്ള സപ്പോർട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണല്ലോ ഇവരെല്ലാം ഇൻ ഗുഡ് ഫെയ്ത്ത് അല്ലേ. അതാണല്ലോ ഈ നമ്മുടെ CRPC IPC പേര് മാറ്റിയെങ്കിലും ഉള്ളൊരു വലിയ ഗുണമുള്ള കാര്യമല്ലേ ഇൻ ഗുഡ് ഫെയ്ത്ത്, ആരെയും കൊല്ലാം. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇത് ഗുഡ് ഫെയ്ത്തിലാണോ ഇയാൾ ചെയ്തത്? ബീച്ചിലടിച്ചത് ഇവരടിച്ചത് എന്തായാലും ഗുഡ് ഫെയ്ത്ത് അല്ല. കാരണം ഇവർക്ക് ഗുഡ് ഫെയ്ത്തിൽ അടിക്കാനുള്ള ഒരു അവകാശമില്ല. പ്രതികാരമാണ്. ആ പ്രതികാരം എന്നാണ് നമ്മൾ ചോദ്യം. ഞാൻ എത്താം സിജിൻഡോ. ഇവിടെ PV Anwar CPM അനുഭവം, അല്ലെങ്കിൽ CPM വിട്ട് പോയപ്പോഴേക്കും അവർ CPMൻ്റെ സൈബർ അവരുടെ കടന്നൽ രാജ എന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ആ കടന്നൽ രാജാവിൻ്റെ കസേര ഒഴിഞ്ഞു കിടപ്പാണെങ്കിലും അതിന് താഴെ സെക്കൻഡ് ലെഫ്റ്റനന്റ് എന്നൊക്കെ പറയുന്ന കുറേയധികം സൈബർ സൈദ്ധാന്തികന്മാരുണ്ട്. എല്ലാ സൈബർ സൈദ്ധാന്തികന്മാരുടെയും പോസ്റ്റുകളിൽ SFI, പോലീസുകാരനെ മർദ്ദിച്ച SFI പ്രവർത്തകർക്ക് വലിയ പഴയ സിനിമാ ഡയലോഗൊക്കെ വെച്ചിട്ടുള്ള വലിയ പിന്തുണ പ്രഖ്യാപനം, അഭിവാദ്യം അർപ്പിക്കൽ, അടികൊണ്ട പോലീസുകാരൻ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ ഒരു സൈബർ സൈദ്ധാന്തികനെ കണ്ടു. അപ്പോൾ അങ്ങനെ സൈബർ സൈദ്ധാന്തികർ SFIക്ക് വലിയ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്.
യഥാർത്ഥത്തിൽ ഇത് മുഴുവൻ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നും ആ പിന്തുണാ പ്രഖ്യാപനം ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ആഹ്വാനമാണെന്നും അറിയാതെയാണോ അതോ അറിഞ്ഞുകൊണ്ട് ഇത് ആഭ്യന്തര വകുപ്പ് ഒരു പൊളിഞ്ഞ വകുപ്പാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നത് പോലെ CPM സൈബറിന് മനസ്സിലായതാണോ ജിൻഡോ? ആഷ്മി, ഇന്ന് ഈ SFIക്കാരെ പിന്തുണയ്ക്കുന്ന സകല സൈബർ സഖാക്കന്മാരും നാട്ടിൽ കിട്ടാവുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് കൊള്ളാവുന്ന കുറച്ച് വാഴക്കന്ന് മേടിച്ചിട്ട് AKG സെൻറ്ററിലും ആ ക്ലിഫ് ഹൗസിൻ്റെ മുന്നിലൊക്കെ കൊണ്ടുപോയി അങ്ങ് കുഴി കുത്തി നടണം. പരമാവധി ആഴത്തിൽ കുഴിക്കണം, നല്ലോണം അങ്ങോട്ട് പടരട്ടെ. കാരണം അത്രയും നല്ല വാഴക്കൃഷിക്ക് ഇവർക്ക് സമ്മാനം കിട്ടുമല്ലോ. നാണല്ലേ ഇവന്മാർക്ക്? ഈ CPMന്റെ പ്രതിനിധി എന്താ ഇന്ന് ഈ ചർച്ചയിൽ വരാത്തത്? നിങ്ങൾ വിളിക്കാഞ്ഞിട്ടാണോ വിളിച്ചിട്ട് വരാത്തതാണോ? വിടുന്നില്ല. എന്താ അവർ വിടാത്തെ? അവരുടെ ആഭ്യന്തര വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ SFIക്കാർക്കുണ്ടായ പരാതി പരിഹരിക്കാതിരുന്നത് കൊണ്ട് അവരുടെ ആഭ്യന്തര വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ അവരുടെ പാർട്ടിയിലെ സഖാക്കന്മാര്, കുട്ടി സഖാക്കന്മാര് തെരുവിൽ കൈകാര്യം ചെയ്യുന്നു. എന്നിട്ട് പറയാണ് ആഭ്യന്തര വകുപ്പ് 1-ാം സ്ഥാനത്ത്, ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ സമ്മാനം കിട്ടിയ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആഭ്യന്തര വകുപ്പാന്ന്. ആ ക്യാപ്സ്യൂളും കൂടി ഇറക്കിയാൽ മതി ഈ സൈബർ സഖാക്കന്മാര്. SFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളുടെ മുട്ടടിച്ചോടിച്ച മധു ബാബു എന്ന DYSPക്കെതിരെ സംസാരിക്കാൻ ഒരൊറ്റ SFIക്കാരൻ DYFIയെ നമ്മൾ കണ്ടില്ലല്ലോ. കണ്ടോ? DYFIയുടെ ഒരു പ്രാദേശിക നേതാവിനെ പാർട്ടിയിലെ ഗ്രൂപ്പ് വൈരാഗ്യത്തിന്റെ പേരിൽ ഒറ്റിക്കൊടുത്ത് സ്റ്റേഷനിലിട്ട് ഇടിച്ച് കൊന്നു എന്ന് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വിളിച്ചു പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇതുപോലെ ഏതെങ്കിലും ഒരു DYFI SFI സഖാക്കന്മാരെ കണ്ടോ? ഇവരുടെ തിളപ്പ് കണ്ടോ? കണ്ടില്ലല്ലോ. ഇപ്പൊ നേരത്തെ CR പറഞ്ഞതുപോലെ തൃശൂർ പൂരം കളിക്ക് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടി സേവാഭാരതിയുടെ ആംബുലൻസിന് വഴിയൊരുക്കി കൊടുത്ത ADGP MR അജിത് കുമാറിന് എതിരെ സംസാരിക്കാൻ ഏതെങ്കിലും ഒരു DYFI SFI നേതാക്കന്മാരുണ്ടായോ? ഉണ്ടായില്ല. സാധാരണക്കാരായിട്ടുള്ള സകല മനുഷ്യരെയും പോലീസ് കഴിഞ്ഞ 9.5 കൊല്ലക്കാലം നരവേട്ട നടത്തിയിട്ട് ഒരിക്കലെങ്കിലും സംസാരിക്കാൻ ഇവരുടെ നാവ് പൊന്തിയോ? പൊന്തിയില്ല. നമ്മൾ CAA സമരകാലത്ത് നരേന്ദ്രമോദി സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ നമ്മളെപ്പോലുള്ള മുഴുവൻ ആളുകൾക്കെതിരെ കലാഭവനത്തിന് കേസെടുത്ത പിണറായി വിജയന്റെ പോലീസിനെതിരെ ഒരിക്കലെങ്കിലും ശബ്ദമുയർത്താൻ ഈ SFI DYFIക്കാരുടെ ധാർമ്മിക രോഷമുണ്ടായിരുന്നോ? ഇല്ല. നമ്മൾ പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ നമ്മൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്ത പിണറായി വിജയന്റെ RSS വൽക്കരിക്കപ്പെട്ട പോലീസിനെതിരെ ശബ്ദമുയർത്താൻ ഈ SFI DYFIക്കാരെ കണ്ടോ? ഇല്ല. മറ്റൊരു പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ഒരു ചെറുപ്പക്കാരനായിരുന്നില്ലേ കുന്നംകുളത്തെ സുജിത്ത്? ആ സുജിത്തിനെ ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കിയിട്ട് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ 2.5 വർഷക്കാലം കാക്കിക്കൊണ്ട് മൂടി പിടിച്ച പോലീസിനെതിരെ സംസാരിക്കാൻ ഈ SFI DYFIക്കാരുടെ ധാർമ്മിക രോഷം അന്നുണ്ടായിരുന്നോ? ഉണ്ടായില്ല. ഇപ്പൊ ഇവര് പറയാ ജനങ്ങളുടെ അമർഷമാണത്രേ, ജനങ്ങളുടെ തേങ്ങാക്കൊലയാണ് അമർഷം. ജനങ്ങൾക്കുള്ള അമർഷം ആഭ്യന്തര വകുപ്പിനോടാണ്, ഞങ്ങൾക്കുള്ള അമർഷം ആഭ്യന്തര വകുപ്പിനോടാണ്. മാല മോഷ്ടിക്കുന്നവനെയും അനധികൃത റിയൽ എസ്റ്റേറ്റ് ഇടപാടിലൂടെ പണം ആർജിക്കുന്നവനോടെയും അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് നടത്തുകയും സ്വർണം പൊട്ടിക്കൽ നടത്തുകയും ആളെ തട്ടിക്കൊണ്ടുപോവുകയും ശബരിമലയിലേക്ക് ചട്ടം ലംഘിച്ച് യാത്ര നടത്തുകയും RSSകാരെ ജയിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന RSS വൽക്കരിക്കപ്പെട്ട പോലീസിനെതിരെയുള്ള ജനങ്ങളുടെ ധാർമ്മിക രോഷം എല്ലാ കാലത്തുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണോ ഇവർ പോരാട്ടം നടത്തിയത്? അതിനു വേണ്ടിയിട്ടല്ല പോരാട്ടം നടത്തിയത്. ഇവരുടെ സഖാക്കന്മാർ തമ്മിലുള്ള മൂപ്പിള്ള തർക്കമാണിത്. ഇനി മിഥുൻ റോയ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചെങ്കിൽ ഇവർ പരാതി കൊടുത്തോ? ഇവർ പരാതി കൊടുത്തിട്ട് നടപടി എടുത്തില്ലെങ്കിൽ ആ നടപടി എടുക്കാത്ത വകുപ്പ് ഭരിക്കുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായി ശരിയായ ചോദ്യമല്ലെന്ന് എനിക്കറിയാം, അത് വിശ്വാസരാഹിത്യത്തിന്റെ ചോദ്യമാണ്. പക്ഷെ പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ലെങ്കിൽ എന്തിന് പരാതി കൊടുക്കണമെന്ന് വിചാരിച്ചാൽ എന്താ, എങ്ങനെ കുറ്റം പറയാൻ പറ്റുക? അല്ല, അതാണ് കാശ്മീർ ഞാൻ പറഞ്ഞത്. പരാതി കൊടുത്തിട്ട് കാര്യമില്ലെന്ന് SFIക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ, പെങ്ങളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ മിഥുൻ റോയ് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെതിരെ കൈകാര്യം ചെയ്യുകയല്ല ചെയ്യണ്ടേ. ഈ വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിന്റെ മുറ്റത്ത് പോയി നല്ല ആഴത്തിൽ കുഴിയെടുത്തിട്ട് കുറെ വാഴ നട്ട് പ്രതിഷേധിക്കണം. അപ്പോഴെങ്കിലും ഉളുപ്പുണ്ടാകുമല്ലോ. ഇപ്പൊ പോലീസിന്റെ മനോവീര്യം നഷ്ടപ്പെട്ടില്ലേ? ഒരു ഉദ്യോഗസ്ഥനെ പട്ടിയെ തല്ലുന്ന പോലെ കൂട്ടം ചേർന്ന് ആക്രമിക്കുമ്പോൾ ഒരു മനോവീര്യം നഷ്ടപ്പെട്ടില്ലേ? പാവപ്പെട്ട ഏതെങ്കിലും ആളുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചാൽ, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ, ഞങ്ങളൊന്ന് പ്രസംഗിച്ചാൽ അപ്പൊ മുഖ്യമന്ത്രി പറയല്ലോ പോലീസിന്റെ മനോവീര്യം തകർത്തു എന്ന്. പാവപ്പെട്ടവരെ ഇടിച്ച് കൊല്ലുമ്പോൾ ഞങ്ങൾ ശബ്ദിച്ചാൽ പറയും പോലീസിന്റെ മനോവീര്യം തകർക്കപ്പെട്ടുവെന്ന്. പോലീസ് ഉദ്യോഗസ്ഥരെ ഇതുപോലെ തെരുവുനായ കൂട്ടം ആക്രമിക്കുന്ന പോലെ ആക്രമിക്കുമ്പോൾ SFIക്ക് അനുകൂലവും പോലീസ് ഉദ്യോഗസ്ഥന് എതിരുമായിട്ട് കേസെടുക്കുമ്പോൾ ഒരു മനോവീര്യം തടസ്സപ്പെടുന്നില്ലല്ലോ. ഇവിടെ ഇവർക്ക് മനോരോഗമാണ് വന്നിട്ടുള്ളത്. സാധാരണക്കാരെ കാണാൻ ഇവർക്ക് പറ്റുന്നില്ല. ഈ SFIക്കാർ ആഞ്ഞു ചവിട്ടേണ്ടതും ആക്രോശം വിളിക്കേണ്ടതും ഇടിക്കേണ്ടതും തെറി വിളിക്കേണ്ടതും ഒക്കെ ഏതെങ്കിലും ഒറ്റപ്പെട്ട പോലീസുകാരനെതിരെ അല്ല. ഈ വകുപ്പ് ഇതുപോലെ ആക്കിയ ആളുകൾക്കെതിരെയാ. ആരാണവർ?
അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഇപ്പോഴും മുദ്രാവാക്യം വിളിക്കുന്ന പിണറായി വിജയൻ 3.0 എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ സ്റ്റാറ്റസും സ്റ്റോറിയും ഇട്ട് അഭിരമിക്കുന്ന SFIക്കാർ തന്നെയാണ് ഈ 3.0യുടെ കൂടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയന്റെ കൂടെ നിന്ന് സല്യൂട്ട് അടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ തെരുവിൽ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരും പബ്ലിക് ഓഡിറ്റിന് വിധേയമാക്കപ്പെടണം. പോലീസ് ഉദ്യോഗസ്ഥർക്കും ഭയമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. പൊതുജനം എല്ലാം കാണുന്നുണ്ടെന്നും അവരുടെ ആത്മാഭിമാനം വ്രണപ്പെട്ടാൽ അവരെ അതിക്രൂരമായി വേട്ടയാടിയാൽ അവരും പ്രതികരിക്കുമെന്നുള്ള ബോധ്യം പോലീസുകാർക്ക് എന്ന് വെച്ചിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ തെരുവിൽ ആക്രമിക്കുന്നതിനെ നീതീകരിക്കാൻ പറ്റൂല. അങ്ങനെ നീതീകരിച്ചാൽ അരാജകത്വത്തിലെ പോകും, ഗുണ്ടകൾ തെരുവ് വാഴും. പറ്റില്ല. അങ്ങനെ അനാർക്കിയാണ് എന്ന് പറയുമ്പോഴും ഇപ്പോൾ നേരത്തെ CR ചോദിച്ച ചോദ്യമുണ്ട്. നാളെ യൂത്ത് കോൺഗ്രസ്സുകാർ സുഹൃത്തിനെ മർദ്ദിച്ച പോലീസുകാരനെ വട്ടം കൂടി അടിക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തെന്തായാലും ഇറങ്ങുമല്ലോ, അതെപ്പോഴും യൂണിഫോമിലും ആവില്ലല്ലോ. ഒരു 10 പേരോ 20 പേരോ കൂടിയാൽ വട്ടമിട്ട് മർദ്ദിക്കാൻ വലിയ പാടൊന്നും ഇല്ലെന്നേ, അത് ആൾക്കാർ വിചാരിച്ചാൽ മാത്രം മതി. ശ്രീകുമാർ, അങ്ങനെ യൂത്ത് കോൺഗ്രസും അല്ലെങ്കിൽ BJPയോ യുവമോർച്ചയോ അങ്ങനെ ആരെങ്കിലും അല്ലെങ്കിൽ പോലീസിന്റെ മർദ്ദനമേറ്റ സാധുക്കളായ ആളുകൾ സംഘടിച്ച് പോലീസിനെ ആക്രമിച്ചാൽ എന്താകും? ഇത് തന്നെ ഈ നിലപാട് സമീപനം ഉണ്ടാവുമോ? ഇപ്പോൾ SFIക്ക് കൊടുക്കുന്ന വലിയ പിന്തുണാ പ്രഖ്യാപനം സൈബർ ഇടങ്ങളിൽ അപ്പോൾ ഉണ്ടാവും എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ കെ ശ്രീകുമാർ, ഇത് യൂണിഫോം ഇടുമ്പോൾ അനുപാതരഹിതമായി കൈക്കരുത്ത് കാണിച്ചാൽ, യൂണിഫോം അഴിച്ചു വെച്ച് പുറത്തിറങ്ങിയാൽ അനുപാതരഹിതമായ കൈക്കരുത്ത് തിരിച്ചും കിട്ടും എന്നൊരു ബോധം ഇടിയം പോലീസിനുണ്ടാവുകയാണെങ്കിൽ അതിനെ താങ്കൾ കാണുന്നത് എങ്ങനെയാണ് ശ്രീ കെ ശ്രീകുമാർ? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ അതിക്രമം കാണിച്ചാൽ തിരിച്ചടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് നിയമപരമായ രീതിയിലാണ് വേണ്ടത്. കാരണം ആരതിക്രമം കാണിച്ചാലും അതിനെതിരെ നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതിനാണ് രാജ്യത്ത് നിയമമുള്ളത്. ഇപ്പം ഞാൻ ആരോടെങ്കിലും ദ്രോഹം കാണിച്ചാൽ എന്നെ തിരിച്ച് ദ്രോഹം കാണിച്ചാൽ ഞാനും ആളും തമ്മിൽ വ്യത്യാസമില്ല. കുറ്റം ചെയ്ത ആൾക്കെതിരെ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് സംവിധാനമുണ്ട്. ഇപ്പോൾ ഭരിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പാണ്. SFIക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കാം. ആ പരാതി കൊടുത്ത് നടപടി എടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണത്? പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നില്ല, അതിന് വേണ്ടി നടപടി എടുക്കാൻ ഈ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതല്ലേ. അപ്പോൾ അത് പരാതി കൊടുക്കാതെ പിന്നെ ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോകുമ്പോൾ അയാൾ സഹോദരിക്കൊപ്പം പോണ സമയത്ത് ആക്രമിക്കുക. അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നാളെ ഔദ്യോഗിക കൃത്യം നിർവഹണം പോലും അയാളല്ല, മറ്റ് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഇനിയൊരു ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന് പോലും പോണ സമയത്ത് ഇതൊക്കെ താഴെ ഞങ്ങൾക്കും വരുമെന്നുള്ള തോന്നലുണ്ടായ പോലീസിൻ്റെ കർമ്മവീര്യത്തെ അത് ബാധിക്കില്ലേ? അങ്ങനെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദോഷാർക്കാണ്? ജനങ്ങൾക്കല്ലേ അതിൻ്റെ ദ്രോഹം അനുഭവപ്പെടുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ ഡ്യൂട്ടി ചെയ്യുമ്പോഴും പലപ്പോഴും നമുക്ക് സമരം ചെയ്യുന്നവർക്ക് അവരുടെ ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ലക്ഷ്യത്തിന് കൂട്ടുനിൽക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് സാധിക്കില്ല. അതിനോട് അനുകൂലിക്കുന്നവരും പ്രതികരിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ക്രമസമാധാന പരിപാലനമാണ് പോലീസിൻ്റെ ദൗത്യം. അതിലെന്തെങ്കിലും വീഴ്ച വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ പോലീസുകാരെ കുറിച്ച് വല്ല പരാതി ഉണ്ടെങ്കിലോ ആ പരാതി കൊടുക്കാൻ ഇപ്പോൾ പ്രത്യേകിച്ച് SFI തന്നെ ഭരണകക്ഷിയുടെ അനുകൂല വിദ്യാർത്ഥി സംഘടനയാണ്. അവർക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനോ? ഇപ്പം എനിക്ക് മുമ്പ് ജിൻഡോ പറഞ്ഞ പോലെ പരാതി കൊടുത്ത് നടപടിയൊന്നും എടുക്കുന്നില്ലെങ്കിൽ വാഴ വയ്ക്കുക, പ്രതിഷേധിക്കുക, മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുക, അതല്ലേ വേണ്ടത്. അത് ചെയ്യാതെ ഈ അതിക്രമിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ താങ്കൾ പറഞ്ഞ പോലെ നാളെ KSUവിനും ഇതുപോലെ തന്നെ മറ്റ് BJP സംഘടനകളും ഈ മൊറയിൽ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നേരത്തെ CR പറഞ്ഞതുപോലെ കാക്കിയിട്ടൊരുത്തനെ തൊട്ടാൽ ഞങ്ങൾക്ക് പൊള്ളും എന്നുള്ള ആ പരസ്പര ബോണ്ടും പരസ്പര വികാരമാണല്ലോ മൊറയിൽ എന്ന് പറയുന്നത്. അങ്ങനെ കൂടുതലത്തിനെ വട്ടം കൂടി അടിച്ചിട്ട് ജാമ്യം ഇല്ലാത്ത വകുപ്പ് പ്രകാരം SFIക്ക് കേസെടുക്കുകയും ജാമ്യം കിട്ടാത്ത വകുപ്പ് പ്രകാരം പോലീസുകാരനെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന അതേ പോലീസുകാർ തന്നെയല്ലേ? അപ്പോൾ ഈ മുറയിൽ എവിടെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ പോലീസുകാരുടെ പരസ്പര ബോണ്ടും കാക്കിയിട്ടവനെ തൊട്ടാൽ പൊള്ളുവോ ഇല്ലയോ എന്നുള്ള ചോദ്യവും മുറയിലൊക്കെ എവിടെയാണ് ശ്രീകുമാർ? താങ്കൾ പറഞ്ഞത് ശരിയാണത്. കാരണം ഈ കേസെടുക്കുന്നതും പോലീസുകാർ തന്നെയാണ്. പക്ഷെ ആ പോലീസുകാർ അങ്ങനെ കേസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ദുർബലമായ വകുപ്പ് വെച്ച് കേസ് പോലീസ് എടുക്കില്ല. ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ദുർബലമായ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ SFIൻ്റെ മാത്രമല്ല CPMൻ്റെയോ ഭരണകൂടത്തിൻ്റെയോ ഭാഗത്തുള്ള സപ്പോർട്ട് അതിനുണ്ടാവും. അല്ലാണ്ട് ഇത് വരില്ല. അത് നാളെ ഇങ്ങനെ വരും എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ക്രമസമാധാന രംഗത്ത് നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്യുന്നതിന് പോലും അത് ബാധിക്കും. അങ്ങനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്നുകൊണ്ട് അതിനും പരാതി വരും. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കേണ്ട മേലുദ്യോഗസ്ഥൻ എടുത്തിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്നൊരു തോന്നുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഈ ഭരണ സംവിധാനത്തിന് ഉണ്ടാവുന്നുണ്ടല്ലേ.
അല്ല, ഞാൻ പറഞ്ഞത് ആ ഭരണ ഭരണകൂടത്തിനെതിരെയല്ലേ സംവിധാനത്തിന്റെ പരാതി വീഴ്ച തന്നെയാണ് യഥാർത്ഥ SFI ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ തന്നെ സർക്കാർ ഭരിക്കുന്ന, ആഭ്യന്തരവും ഭരിക്കുന്ന ആ ഭരണ സംവിധാനത്തിന്റെ കൊടിയ വീഴ്ചയാണ് SFI പരോക്ഷമായി ചൂണ്ടിക്കാണിക്കുന്നത്. ആ കൊടിയ വീഴ്ചയെ തന്നെയാണ് SFI മുന്നോട്ട് ചൂണ്ടിക്കാണിച്ച കൊടിയ വീഴ്ചയിൽ SFI അഭിനന്ദിക്കുകയാണ്. അതുവഴി സർക്കാരിനെ യഥാർത്ഥത്തിൽ വിമർശിക്കുകയാണ് CPM സൈബർ ചെയ്യുന്നത്. ശ്രീ ജിൻഡോ, ആഭ്യന്തര വകുപ്പിന്റെ മുറ്റത്തുകൊണ്ട് ആഴത്തിൽ വാഴ നടാൻ താങ്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞെങ്കിൽ ഇപ്പോൾ അങ്ങയുടെ നേതാവ് മണിശങ്കർ അയ്യർ പറയുന്നത് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗാന്ധി സ്വപ്നം കണ്ട പുരോഗതി കൈവരിച്ച ഏക സംസ്ഥാനം കേരളമാണ് എന്നാണ് വിഷൻ 2031 വികസനവും ജനാധിപത്യവും എന്ന അന്താരാഷ്ട്ര സെമിനാർ ഉദ്ഘാടനം ചെയ്ത് മണിശങ്കർ അയ്യർ പറഞ്ഞത്. ലക്ഷ്യം പൂർത്തീകരിച്ച് ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. എൻ്റെ പാർട്ടി പ്രവർത്തകർ പരിപാടി ബഹിഷ്കരിച്ചതിൽ മണിശങ്കർ അയ്യർ ഖേദമുണ്ട് കേട്ടോ. അതുകൊണ്ട് വാഴ വെക്കണം നിലപാട് മണിശങ്കർ അയ്യർക്കില്ല. ജിൻഡോ, അല്ല, ഈ കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹം പഠിക്കാത്തതുകൊണ്ടാണ്. സമാനമായിട്ടുള്ള ജീവിതം നയിക്കുന്ന കേരളത്തിലെ സാധാരണക്കാരുമായിട്ട് അദ്ദേഹം സംവദിക്കാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ തലയിൽ വല്ല നെല്ലിക്കാത്തളവും വെക്കണം. അദ്ദേഹം പണ്ട് പറഞ്ഞ വിടുവായുത്തത്തിൻ്റെ പേരിൽ കൂടിയാണ് നരേന്ദ്രമോദി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നത്, ചായക്കച്ചവടക്കാരെന്ന് ആക്ഷേപിച്ചത്. അതിൻ്റെ പേരിൽ അവർ 10,200 ചായപ്പേ ചർച്ച നടത്തിയപ്പോൾ മണിശങ്കറുടെ വായിൽ പഴമായിരുന്നോ? മണിശങ്കരയെ പോലെയുള്ള ആളുകളല്ല, സാധാരണക്കാരുടെ വിയർപ്പിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും വില മനസ്സിലാക്കുന്ന നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. മുതിർന്ന നേതാവിന്റെ തലയിൽ നെല്ലിക്കാത്തളം വെക്കണമെന്നാണ് ജിൻഡോ പറഞ്ഞേ. താങ്കളുടെ മുതിർന്ന നേതാവിന്റെ തലയിൽ നെല്ലിക്കാത്തളം വെക്കണമെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ല് പോലീസിന്റെ മേടിച്ച് ഇവിടെ സമരം ചെയ്തപ്പോൾ മണിശങ്കർ അയ്യർ അല്ല ജയിലിൽ കിടന്നത്, കേസിൽ പ്രതിയാക്കപ്പെട്ടത്. ഞങ്ങളൊക്കെ സമരം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിത ദുരിതങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. മണിശങ്കർ അയ്യർക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാകാത്തത് കൊണ്ടാണ്. ശീതീകരിച്ച റൂമിലിരുന്ന് ശീതീകരിച്ച വിമാനത്തിൽ വന്ന് സെമിനാറിൽ പങ്കെടുത്ത് പിണറായി വിജയനെ പിന്തുണച്ചു പോയാൽ പോരാ. ഇവിടുത്തെ സാധാരണക്കാരുമായിട്ട് സംസാരിക്കണം. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം തേടിയിട്ട് വേണം അഭിപ്രായം പറയാൻ. അദ്ദേഹത്തിന് പുസ്തകം വായിച്ച് കിട്ടുന്ന അറിവല്ല. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ വെയിൽ കൊണ്ടും വിയർത്തൊലിച്ച് നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് എന്തെങ്കിലും രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയാണ് സംസാരിക്കാൻ. കാലഘട്ടത്തിനനുസരിച്ച് ഈ കാലത്ത് ഏത് രാഷ്ട്രീയ പറയേണ്ടതെന്നുള്ള ബോധ്യം വേണം. ഏതെങ്കിലും ഒരു നേതാവ് CPM ആയതുകൊണ്ട് മാത്രം ജനകീയനാകില്ല. CPM ആയ പിണറായി വിജയൻ ജനകീയനാകില്ല. അപ്പോൾ അതിൽ കാര്യം മനസ്സിലാക്കണം. കേരളത്തിലെ സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടാതെ മരണപ്പെട്ട സാഹചര്യമുണ്ട്. പെൻഷൻ കിട്ടാതെ മരണപ്പെടുന്ന ആളുകളോട് നീതി പുലർത്താൻ പറ്റാത്ത ഒരു സർക്കാരിന്റെ കാലത്ത് ആ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഏത് നേതാവായാലും, അത് കോൺഗ്രസിന്റെ ഏത് മുന്തിയ നേതാവായാലും, കാലികമായ രാഷ്ട്രീയ ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാലേ തെരുവിലെ വിയർത്തൊലിക്കുന്നവന്, പാടത്ത് പണിയെടുത്ത് കാല് വിണ്ടുകയറി വരുന്നവനെയൊക്കെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തുന്ന ഭാരത് ജോഡോയുടെ, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ. ആ രാഷ്ട്രീയം പറയുന്ന ചെറുപ്പക്കാരെ രാഷ്ട്രീയത്തിന്റെ, മതത്തിന്റെ, ജാതിയുടെ, വർഗത്തിന്റെ പേരിലൊക്കെ ഭിന്നിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ പോലീസിന്റെ നരനായാട്ട് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയന് മൂന്നാമതൊരു ഊഴം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന മണിശങ്കർ അയ്യരുടെ മണിയാട്ടം കണ്ടിട്ട് പിണറായി വിജയന്റെ ആരും വന്ന് വല്ലാതെ തുള്ളേണ്ട കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആർക്ക് ഭരണം കൊടുക്കണമെന്ന്. ശങ്കർ അയ്യരെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമില്ല. ശരി, ഓക്കെ ജിൻഡോ. ഞാൻ മണിശങ്കർ അയ്യർ CPMന്റെ BJPയുടെ നേതാവല്ല, അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്. ഞാൻ ആനുഷംഗികമായി വാർത്ത വന്നപ്പോൾ അങ്ങോട്ട് ചോദിച്ചു വന്നതേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ വിഘ്നേഷ്, ഇവിടെ പോലീസിന്റെ ഈ അതിക്രമങ്ങളുടെ ജീവിക്കുന്ന രക്തസാക്ഷി കൂടിയാണ്. അതിന് പരാതി നൽകി, പരാതിക്ക് പിന്നാലെ നടന്ന പരാതി എന്തായി എന്ന കാര്യം അറിയില്ല. പോലീസിന് ഇടിയുടെ വേദന നന്നായി അറിയാവുന്ന ആളാണല്ലോ വിഘ്നേഷ്. അപ്പോൾ ഇന്ന് ട്രിവാൻഡ്രത്തെ മാളിൽ SFI പ്രവർത്തകർ മറ്റൊരു പോലീസുകാരനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ആദ്യം മനസ്സിൽ തോന്നി എന്താണ് വിഘ്നേഷ്? ആദ്യം തന്നെ ഇന്ന് രാവിലെ ആ വീഡിയോ കാണുന്ന ഘട്ടത്തിൽ ഒരു നിമിഷം ആലോചിച്ചു പോയി. ഈ പോലീസിനെ തെരുവിൽ ജനങ്ങൾ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നത് അപകടകരമായ വിഷയമല്ലേ? കാരണം ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ക്രിമിനൽസുകളെല്ലാം പോലീസിനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവനും സ്വത്തിനും പിന്നെ ആര് സംരക്ഷണം നൽകുമെന്നുള്ള പൊതുവായിട്ടുള്ള ചിന്ത എനിക്കും ഉണ്ടായി. സത്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയപരമായ ഒരു തലത്തിലേക്കും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ആളുമല്ല. പക്ഷേ ഈ പറയുന്ന പോലെ പോലീസിൻ്റെ കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ സഹോദരനും. അത് വെച്ച് പറഞ്ഞുകൊള്ളട്ടെ, സ്വാഭാവികമായും കൊടിയ മർദ്ദനമേറ്റ ഏതൊരു മനുഷ്യനും തെറ്റ് ചെയ്യാതെ സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ച് 4 ആൾ കാണാൻ ഈ പറയുന്ന പോലീസുകാരനെ പോലെ അദ്ദേഹത്തിന് പെങ്ങളുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് സുഹൃത്തുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് കുടുംബമുണ്ടെങ്കിൽ, അദ്ദേഹം സ്വകാര്യമായിട്ടുള്ള പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതുപോലൊരു മർദ്ദനത്തിന് തക്കതായ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ആത്മാഭിമാനം നഷ്ടം ഉണ്ടായി. അതുപോലെ തന്നെയാണ് ഈ ഉത്സവപ്പറമ്പിൽ നിൽക്കുമ്പോഴും, അമ്പലത്തിൽ പരിപാടി കാണാൻ വേണ്ടി നമ്മൾ കുടുംബസമേതം വന്ന് നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു പാർട്ടി പരിപാടിക്ക് പോകുമ്പോഴും, എവിടെ പോകുമ്പോഴെങ്കിലും ഈ പോലീസ് വട്ടം ചേർന്ന് ഒരേ ഒരാളെ ഫോക്കസ് ചെയ്ത് നിർഗന്ധല അടിച്ചു പൊട്ടിക്കുമ്പോൾ അവനും ഇത് കണ്ടു നിൽക്കുന്ന ഒരു അമ്മയുണ്ട്, ഒരു പെങ്ങളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, കൂട്ടുകാരുണ്ട്. അവനും ഈ ആത്മാഭിമാനമുണ്ട്.
പോലീസിന് മാത്രമല്ല ഈ ആത്മാഭിമാനം അല്ലെങ്കിൽ ഇവരുടെ മനോവീര്യം ഉള്ളത്. ഈ ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്കും ഉണ്ട് ആത്മാഭിമാനം. അപ്പോൾ ഇപ്പോൾ ഈ പോലീസ് അസോസിയേഷനും ഈ പോലീസിൻ്റെ വക്താക്കളായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇത് വല്ലാണ്ട് നൊന്തല്ലോ. ശരിയാണ്, പോലീസിനെ ഇത്തരത്തിൽ ഇത് തന്നെ സത്യസന്ധമായി ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ആ വീഡിയോ നോക്കിയപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന് വലിയ രീതിയിൽ മർദ്ദനമൊന്നും ഏറ്റിട്ടില്ല. എനിക്കൊക്കെ കിട്ടിയ മർദ്ദനം വെച്ചിട്ട് അദ്ദേഹത്തിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. മർദ്ദിക്കാനൊരു ശ്രമം, അതിനപ്പുറത്തേക്ക് ഇത് വീഡിയോ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു സംഭവം. അല്ലാതെ കൊടിയ മർദ്ദനമൊന്നും അദ്ദേഹം ഏറ്റുവാങ്ങിച്ചിട്ടില്ല. എന്നെയൊക്കെ തല മുട്ടിൻ്റെ അടിയിൽ കയറ്റി വെച്ച് കൈമുട്ട് കൊണ്ടാണ് അടിച്ചത്. കാലിൻ്റെ വെള്ളം ലാത്തിക്കാണ് അടിച്ചു പൊട്ടിച്ചത്, നെറ്റിയിലടിച്ചു. അങ്ങനെ ശരീരത്തിൻ്റെ ഊടുപാട് മർദ്ദനമായിരുന്നു. അപ്പം ഇതിനകത്ത് മർദ്ദിക്കാൻ ഒരു ശ്രമം ഉണ്ടായി, അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ദൃശ്യങ്ങളൊക്കെ വിഘ്നേഷിന്റെ പോരാട്ടത്തിന്റെ ഫലമായി പുറത്തേക്ക് വന്നതുമാണ്. ശരീരത്തിലെ ഒരു ഭാഗം പോലും അടിവസ്ത്രം മാത്രം ഇട്ട് വളഞ്ഞിട്ട് വട്ടം കൂടി മർദ്ദിച്ചതൊക്കെ വിഘ്നേഷ് പല ചർച്ചകളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, താങ്കളെയും താങ്കളുടെ ചേട്ടനെയും. അപ്പോൾ ഉന്നയിക്കുന്ന ചോദ്യം, അങ്ങനെയാണെങ്കിൽ പോലീസിനെതിരെ പരാതി കൊടുത്തുകൂടെ? ഈ പറഞ്ഞ തെരുവിൽ നേരിടലാണോ പരിഹാരം? പോലീസിനെതിരെ പരാതി കൊടുക്കൂ, നിയമപരമായ വഴിയിൽ ആ പോലീസുകാരന് എതിരെ ശിക്ഷ വാങ്ങിക്കൊടുക്കൂ എന്നെല്ലാവരും പറയുന്നുണ്ട്. അത് താങ്കൾക്ക് അത്ര എളുപ്പമായിരുന്നോ വിഘ്നേഷ്? അത്ര എളുപ്പമല്ല ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. അതിപ്പം ഞാൻ രാഷ്ട്രീയം പറയുക അല്ലെങ്കിൽ ആര് ഭരിച്ചു കഴിഞ്ഞാൽ ഈ പോലീസ് എന്ന് പറയുന്ന വലിയൊരു സംവിധാനമാണെന്നേ. ഈ സംവിധാനത്തിൽ ഇവർ ഈ ഹയറാർക്കിയോ ഇവരുടെ ഈ പറയുന്ന ഈ ഒരു SI ആകുന്ന ഒരാൾ സകല കള്ളത്തരങ്ങളും പഠിച്ച് അയാൾ CA ആവുകയാണ്. അയാൾ അതിലും വലിയ കള്ളത്തരങ്ങൾ പഠിച്ചാൽ DYSP ആകുന്നു. ഇവരെ കാലപ്പഴക്കത്തിൻ്റെ അനുസരിച്ച് അനുഭവമുണ്ട്. അപ്പോൾ ആ ഒരു DYSP റാങ്കിലുള്ള ഒരു ACP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ആയിരിക്കും ഇവർക്കെതിരെയുള്ള വകുപ്പ് തല അന്വേഷണം അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കുന്നത്. അയാൾ ഈ പറയുന്ന അസോസിയേഷൻ്റെ എല്ലാ സ്വാധീനത്തിനും വിധേയമായിട്ട് വെള്ളഭൂഷണ ക്ലീൻ ഷീറ്റേ കൊടുക്കത്തുള്ളൂ. തെന്മലയിൽ രാജീവ് എന്ന് പറയുന്ന ഒരു കുടുംബനാഥൻ, തെന്മലയിൽ രാജീവ് എന്ന് പറയുന്ന ഒരു ദളിത് യുവാവ്, അയാളെ ഈ കൊറോണ കാലത്ത് കൈവിലം കെട്ടല്ലേ പോലീസ് അടിച്ചത്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഈ പറയുന്ന സർക്കാർ സംവിധാനത്തിലൂടെയും പോലീസ് സംവിധാനത്തിലൂടെയും എല്ലാം പരാതി നൽകി. അതിനുശേഷം ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത്. SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ കേസ് അന്വേഷണം നടന്ന് ഏറ്റവും അവസാനമായപ്പോൾ അത് അന്വേഷിക്കുന്ന ആരാ? ഈ പോലീസുകാർ തന്നെ. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പോലീസിന്റെ അതിക്രമമാണ്. അങ്ങനെ പോലീസിനെ പൊതുവിടത്തിൽ നേരിടാൻ പോകുന്നത് ഉണ്ടാക്കുന്ന അരാജകത്വമാണ്. അതിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ പോലും എന്തുകൊണ്ടാണ് ഇപ്പോൾ CPM സൈബർ ആളുകൾക്കിടയിലാണെങ്കിൽ കൂടിയും SFI പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പോസ്റ്റുകൾ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇന്ത്യൻ പോലീസുകാർ കൂടി ആലോചിക്കുന്നത് നല്ലതാണ്. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പറഞ്ഞത് എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.